യെഹെസ്കേൽ പ്രവചനം 47-ാം അധ്യായത്തിന്റെ 3 മുതൽ താഴോട്ടുള്ള വേദശകലങ്ങളാണ്. അഭിഷേകത്തിന്റെ വിവിധ അളവുകൾ. കയ്യിൽ ചരടുമായിട്ട് നടന്ന് 1000 മുഴം അളന്നു. വെള്ളം നരിയാണിയോളമായി. നമ്മൾ ചിന്തിച്ചത് വെള്ളം നരിയാണിയോളം എന്ന് പറഞ്ഞാൽ നരിയാണിയോളം വെള്ളം വന്നു കഴിഞ്ഞപ്പം അത് നടപ്പ് ക്രമീകരിക്കുന്നതാണ്. നടപ്പ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ചു കഴിക്കുമ്പോൾ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ നടപ്പ് റെഡിയായി. നേരത്തെ നടന്നെടുത്തോടൊന്നും നടക്കുകയില്ല. നേരത്തെ നടന്നതുപോലെ നടക്കുകയില്ല. നേരത്തെ നടന്നതുപോലെ നടക്കുകയില്ല. നടന്നെടുത്തും പോകത്തില്ല. രക്ഷിക്കപ്പെട്ടിട്ടും പഴയ സ്ഥലത്ത് പോയി ഇപ്പോൾ ഇരിക്കുക. രക്ഷിക്കപ്പെട്ടിട്ടും പണ്ട് നടന്നതുപോലെ തന്നെ മിണ്ടുന്നില്ലല്ലോ. മിണ്ടണ്ട വേണ്ട ശാന്തമായിട്ടിരുന്നാൽ മതി. ദൂതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ചില പറഞ്ഞു നിങ്ങൾ സ്തുതിച്ചോണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ദൂത് വരത്തില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് വഹിച്ച് വചനവും ധ്യാനിച്ച് ദൂതുമൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങൾ ശാന്തമായിട്ടിരിക്കുന്നതാണ് നല്ലത്. ഇല്ല ഈ ബഹളത്തിനിടെ ഇത് കേൾപ്പിക്കുകയല്ല. ബഹളത്തിനിടെ അങ്ങനെ ഉണ്ട്. ശാന്തമായിട്ടിരിക്കുന്നതാണ് നല്ലത്. നടപ്പ് ക്രമീകരിക്കണം. നേരത്തെ നടന്നതുപോലെ ഇനി നടക്കരുത്. ഞാൻ ഇന്നാളും പറഞ്ഞതാ, ഒന്നുകൂടെ പറയുക. തിരുവല്ലായിന്ന് മാവേലിക്കരയ്ക്ക് യാത്ര ചെയ്തപ്പം KSRTC ബസ്സേ കയറി. അപ്പോൾ കണ്ടക്ടറുടെ സീറ്റിന്റെ മുൻപില് ഒരപ്പച്ചൻ, പ്രായമുണ്ട്. അപ്പച്ചൻ ബസ്സേ കയറി. ഈ കണ്ടക്ടറുടെ സീറ്റിന്റെ സൈഡിലാണ് ഞാനിരിക്കുന്നത്. കണ്ടക്ടർ കൂടെ അങ്ങ് പോകും. അപ്പൊ എനിക്ക് അങ്ങനെ സീറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കും. അതൊരു യാത്രക്കൊരു സുഖമാണ്. അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട കണ്ടക്ടർമാരെല്ലാം പരിചയമായിരുന്നു. അപ്പൊ അതിന് മുമ്പില് ഒരപ്പൻ വന്നിരുന്നു. എന്തോ മനസ്സിലാ നടക്കണ്ടേ? വേണ്ട, ഇവിടെ തന്നെ നിന്നോളാം. ഇവിടെ തന്നെ നിൽക്കാം. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ഈ അപ്പച്ചൻ ഫ്രണ്ടിൽ വന്ന് ഇരുന്ന ഉടനെ കണ്ടക്ടറെ ടിക്കറ്റ് എടുത്തപ്പോ ഈ അപ്പച്ചൻ പറഞ്ഞു, സാറേ എനിക്ക് കല്ലുമൂട്ടിൽ ഇറങ്ങണം. കല്ലുമൂട് മാവേലിക്കരയ്ക്ക് പറയണം. കല്ലുമൂട് മാന്നാട് കഴിഞ്ഞില്ല. ഇപ്പൊ എന്നെ അവിടെ ഇറക്കണം. പ്രായമുള്ള അപ്പന ഇറക്കാന്ന് പറഞ്ഞു. അനേകർ വണ്ടിയിലുണ്ട്. വണ്ടി അങ്ങോട്ട് രാവിലെ സമയം വണ്ടി വിട്ടി. അപ്പൻ പ്രായമുള്ള ആളായതുകൊണ്ട് എന്റെ ചിന്ത തല നിറച്ച് എണ്ണ വെച്ച് നല്ല തണുപ്പുമൊക്കെയാണ്. രാവിലത്തെ ഒത്തിരി സ്പീഡിലല്ല, മീഡിയത്തിൽ വണ്ടി പോവുക. സൈഡ് സീറ്റിലുള്ള ഇരിപ്പും ആ തണുത്ത കാറ്റും തല നിറച്ച് എണ്ണ വെച്ചുകൊണ്ടുള്ള കുളിർമയെല്ലാം നമ്മുടെ അപ്പച്ചൻ അങ്ങ് ഉറങ്ങിപ്പോയി. വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ മാനാട് കഴിഞ്ഞ് സ്റ്റോർ തൃക്കരട്ടി അവിടെ എല്ലാം കഴിഞ്ഞ് സ്റ്റോർ മുക്കും കഴിഞ്ഞ് കോയിക്കമുക്കുമൊക്കെ കഴിഞ്ഞ് വണ്ടി അങ്ങോട്ട് പോയി. അപ്പച്ചൻ അങ്ങ് ഉറങ്ങി. ഈ കണ്ടക്ടർ മറന്നും പോയി. പുത്തുളപ്പടിയും കഴിഞ്ഞ് കല്ലുമൂട് കഴിഞ്ഞ് അതിനപ്പുറത്തെ സ്റ്റോപ്പും കഴിഞ്ഞു. ചെറുകോലായി വണ്ടി. കാരാഴ്മയും കഴിഞ്ഞു. ചെറുകോൽ അടുക്കാറായപ്പോ അപ്പൻ എങ്ങനെയോ എഴുന്നേറ്റ് നോക്കുമ്പോ ചെറുകോലാകുന്നു. അയ്യോ, പെട്ടെന്ന് അപ്പൻ എഴുന്നേറ്റ് പറഞ്ഞു, അടിക്ക് സാറേ എന്ന് പറഞ്ഞു. ബെല്ലടിക്കാനാ, അടിക്ക് സാറേ. അപ്പൊ ട്യൂൺ അങ്ങ് മാറി. ഞാൻ തന്നോട് പറഞ്ഞതാ എന്നെ കല്ലുമൂട്ടിൽ ഇറക്കണമെന്ന്. പ്രായമുള്ള എന്നെ അങ്ങനെ ചെയ്യാമോ? അടിക്കാൻ പറഞ്ഞു. കണ്ടക്ടർ അങ്ങ് ഒരു അബദ്ധമായി അടിച്ചു. ബെല്ലടിച്ച വണ്ടി നിന്നു. ഉടനെ അപ്പച്ചൻ ഈ സീറ്റ് ഇറങ്ങി വരിക. ഞാനിവിടെ കയറി കൈ പിടിച്ചു പ്രായമുള്ള ആളനെ. അപ്പൊ ഈ അപ്പച്ചന് പഴയ ആളല്ലേ, തന്നോട് ഞാൻ കയറിയപ്പോ പറഞ്ഞതാ എന്നെ കല്ലുമൂട്ടിറക്കണം, ഞാൻ ഇനി എന്തോ ചെയ്യും ഇങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. പ്രായമുള്ള ആളായതുകൊണ്ട് അതിന്റെ രീതിയാ ഷൗട്ട് ചെയ്തു. ഈ കണ്ടക്ടറുടെ ഒരു അല്പം രസികനാ. പുള്ളി ശാന്തമായിട്ട് കേൾക്കുക. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഇറങ്ങ്. അപ്പൊ പിന്നെ അപ്പച്ചൻ കണ്ടക്ടറെ നോക്കി ചില പള്ളു പറയുക. ഈ ഞാനിവിടെ പിടിച്ച് അങ്ങോട്ട് ഇറക്കി ഉടനെ ഈ സ്റ്റെപ്പേന്ന് ബസ്സിന്റെ ഫുട്ബോളിൽ നിന്ന് അങ്ങോട്ട് പതുക്കെ ഇങ്ങനെ ഇറങ്ങി ഉടനെ ഈ പുറപ്പെടുത്തോണ്ടാ ഇറങ്ങുന്നത്. ഇറങ്ങിച്ച് പുള്ളി കണ്ടക്ടറോട് ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു, എടോ ഇനി ഞാൻ പുറകോട്ട് നടക്കണമല്ലോടോ. തന്റെ ഒരു ചെയ്തൻ, ഞാൻ ഇനി പുറകോട്ട് നടക്കണമല്ലോ എന്ന് പറഞ്ഞ പിടിവിട്ട് ഞാനും പിടി അങ്ങ് പിടിപ്പിച്ചു. പുള്ളി നിന്നുടനെ ബെല്ലടിച്ചോടനെ കണ്ടക്ടർ പറഞ്ഞതാ എന്നെ രസകരമായി തോന്നിയത്. അപ്പച്ച പറഞ്ഞു, ഞാൻ ഇനി പുറകോട്ട്. ഉടനെ കണ്ടിട്ട് പറഞ്ഞ, അപ്പച്ച ഈ 19 സമയത്ത് 80 വയസ്സോളം കാണും. ഈ 19 വയസ്സുള്ള സമയത്ത് വണ്ടി പോകുന്ന ഈ റോഡിൽ കൂടെ പുറകോട്ട് നടക്കരുത്, അപ്പച്ചൻ തിരിഞ്ഞേച്ച് മുമ്പോട്ട് നടക്കാൻ. മനസ്സിലായോ? വണ്ടി വരുന്ന മെയിൻ റോഡ് ഈ 80 സമയത്ത് അപ്പച്ചൻ പുറകോട്ട് നടക്കരുത്, അപ്പച്ചൻ തിരിഞ്ഞേച്ച് ആദാമാനസാന്തരം. മനസ്സിലായോ? നീ ഇപ്പോഴും പുറകോട്ട് തന്നെയല്ലേ നടക്കുന്നേ? രക്ഷിക്കപ്പെട്ടിട്ട് 2 ആയി 5 ആയി 8 ആയി 10 ആയി നടപ്പിപ്പോഴും. സ്തോത്രം. ഡ്രില്ല് കളിക്കുന്നൊക്കെ എബൌട്ട് ആണോ? അങ്ങനെ ചായ ഉറക്കെ പറ.
ഗച്ചാൻ ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ടാ. അതാ, നേരത്തെ നടന്നതുപോലെ നടക്കരുത്. നേരത്തെ നടന്നു പോയെടുത്തൊന്നും. അമ്മച്ചി നടന്ന കാര്യം സ്കൂളിൽ പോകാൻ നടന്നതാ. എന്നോട് പറഞ്ഞ അന്ന് 2 രൂപ പോലും എടുക്കാൻ നിർവാഹമില്ലാതെ. 98 വയസ്സുണ്ട്, ചള്ളും പൊട്ടുവെന്നും പറഞ്ഞില്ലല്ലോ സാക്ഷ്യത്തിന്. അതൊക്കെ മാതൃകയാ. ഉമ്മ എഴുന്നേറ്റ് മെനക്കേട് നോപ്പിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണേ, ഞാൻ കൊണ്ടുവരാം. മാസത്തിൽ ഒരു സമയം തരും സാക്ഷി പറയാം. എല്ലാവരും ഒന്ന് പഠിക്കാൻ വേണ്ടിയാ. സ്തോത്രം. നേരത്തെ നടന്നതുപോലെ നടക്കരുത്. നേരത്തെ പോയെടുത്തൊന്നും. ഈ നരിയാണിയോളം വെള്ളമായ നടപ്പ് ക്രമീകരിക്കും. നേരത്തെ നീ ഷാപ്പിൽ പോകുമായിരുന്നു. ഷാപ്പിൽ ഇപ്പോഴും പോകുന്നുണ്ടോ? ഷാപ്പിൽ പോകണ്ട, ഷാപ്പ് ഇങ്ങോട്ടാ. പണ്ടൊരാൾ പറഞ്ഞു കുടിയല്ല നിർത്തി, ഇപ്പൊ ഷാപ്പിൽ കൂടാണ്. പുള്ളി കുടിയല്ല നിർത്തി, മറ്റേ കാരണം ചെന്ന് കുടിക്കുക. കുടിയല്ല നിർത്തി, ഇപ്പൊ ഷാപ്പിൽ കൂടാ. നേരത്തെ പോയതുപോലെ പോകരുത്, നേരത്തെ നടന്നതുപോലെ. സ്തോത്രം. അപ്പൊ ഈ നരിയാണിയോളം വെള്ളമായാൽ നടപ്പ് ക്രമീകരിക്കണം. നേരത്തെ സിനിമ കാണുമായിരുന്നു, ഇപ്പോഴോ? സ്തോത്രം. നേരത്തെ വഴക്കുണ്ടാക്കുമ്പം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വഴക്കുണ്ടാക്കുമ്പോൾ ചിലര് തെറി പറയും. എല്ലാരും അല്ല, ചിലര്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞും പറയുമോ? പറയുമോന്ന് ചോദിച്ചാൽ അതുപോലെ അരിശം വന്ന 1-2 അതായിരിക്കും നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്. അതുപോലെ പിടിക്കാഴിയ വല്ലതും വന്ന. ഒരു പഴയ പാട്ടുണ്ട്, സത്താനെന്നെ പറ്റി ചീത്ത പറഞ്ഞാലും ചീത്തം ഇളകും ഇല്ല. സത്താനെന്നെ പറ്റി ചീത്ത പറഞ്ഞാലും ചീത്തം ഇളകുന്നില്ല. ലോകമാർജരനെ ഭാഗചാലു മൻക്രിസ്തശോ കർത്തനൻ പാറ്റുണ്ട്. ലോകമാർജരനെ ഭാഗചാലു മൻ. ആരെ ഭയപ്പെടുന്നു വിശ്വാസിയാൻ, ശരേയന്റെ സൂയന്റെ വിശ്വാസിയാൻ, ശരേയന്റെ സൂയന്റെ. അപ്പൊ ഇനി രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് മദ്യപിക്കും, ഇനി അത് പാടില്ല. സ്തോത്രം. രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ വലിക്കുമായിരുന്നു. എന്തുവാ അതിന് പറയുന്നത്? പുക വലിക്കുമായിരുന്നു, വായിക്കൂടെ മൂക്കിൽ കൂടെയൊക്കെ. ഇനി അത് പാടില്ല. നടപ്പ് ക്രമീകരിക്കണം. രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ സിനിമ കാണും. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞോ? സിനിമ കാണത്തില്ല പാസ്റ്റേ. സീരിയല് സിനിമ ആകുമ്പം ഞാനും പണ്ട് കണ്ടിട്ടുള്ളതാണ്. രക്ഷിക്കപ്പെടുന്നുണ്ട്. സിനിമ ആകുമ്പം 2-2.5 മണിക്കൂർ ഉണ്ട്. സീരിയൽ ആകുമ്പോൾ 1/2 മണിക്കൂർ എപ്പിസോഡെന്നല്ലേ പറയുന്നത്? അങ്ങനല്ലേ? എപ്പിസോഡ്. മോള് സീരിയൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. സ്തോത്രം. മോള് കണ്ടിട്ടുണ്ടോ? കാണത്തില്ല. കുഞ്ഞു കാണുമ്പോൾ സീരിയല് ഇല്ല. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നല്ലതാ. ആട്ടെ, നല്ല കുഞ്ഞുങ്ങളെ ദൈവം നമുക്ക് തന്നതിനായിട്ട് എല്ലാവരും സ്തോത്രം ചെയ്യാൻ. സ്തോത്രം. അതെ, പ്രായമുള്ളവർ കാണുമോ? ഇനിയിപ്പോ കിട്ടിയിട്ട് തന്നെ എടുക്കാനാ. ഇത്ര പ്രായം ഇനിയൊന്നും ഇല്ലാതിരിക്കണം നല്ലത്. ഇനി ഒന്നും ഇല്ലാതിരിക്കുക. ടിവിയും വേണ്ട, സീരിയലും ഒന്നും വേണ്ട. ഇനി പരിപാടി അവിടെ ഇരിക്കുക. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. നീ കണ്ണുമായിട്ട് നിയമം ചെയ്യണം. യോ പറഞ്ഞ പദം നമുക്കെല്ലാം മനപാഠമാണ്. ഞാൻ എന്റെ കണ്ണുമായിട്ട് കാണേണ്ടതേ കാണാവൂ, കേൾക്കേണ്ടതേ കേൾക്കാവൂ, അറിയേണ്ടതേ അറിയാവൂ, ചെയ്യേണ്ടതേ ചെയ്യാവൂ, പോകേണ്ടടുത്ത് പോകാവൂ. സ്തോത്രം. സ്തോത്രം. മായയെ നോക്കാതെ വണ്ണം മമ കൺകൾ നീ തിരിച്ചു. മായയെ നോക്കാതെ വണ്ണം മമ കൺകൾ നീ തിരിച്ചു. മകൾ ദൂരോ നിൻ വഴിയിൽ എന്നെ നടത്തണമേ. മകൾ ദൂരോ നിൻ വഴിയിൽ എന്നെ നടത്തണമേ. പഴയ പാട്ടാ ഈ പാട്ട്. കുഞ്ഞോളമ്മ എന്നെ പഠിപ്പിച്ച നല്ല പാട്ടാ. മായയെ നോക്കാതെ വണ്ണം മമ എന്റെ കൺകൾ. ഈ കാണരുത്, ലോകക്കാഴ്ച ഒന്നും കാണരുത്. മായക്കാഴ്ചയാ ഇത്. മായ ചന്തയാ. അതെല്ലാം കൂടെ കണ്ടേച്ച് വീട്ടിൽ വന്ന് നിർബന്ധം പിടിക്കരുത്. ഭർത്താവിനോട്, അയ്യോ സൂസിയുടെ ചുടിദാർ നല്ലതാ, നിങ്ങൾ എനിക്കൊരു ചുടിദാർ ഇന്ന് വരെ എടുത്തു തന്നിട്ടില്ല.
ഉടനെ മോന്ത എടുത്ത് കാപ്പി തരണം, പിന്നെ കൂപ്പി ചുരിദാർ തരാതിനി. സുഷിയുടെ ചുരിദാർ അങ്ങനെ മുഴുവൻ ഗ്ലാസാ. സൂസിയുടെ ചുരിദാർ മുഴുവൻ. നീ ബന്ധുക്കോസുകാരിയാ, നിനക്കത് പാടില്ല. നീ ലോകത്തിൽ കാണുന്ന മായക്കാഴ്ച കണ്ട് നിർബന്ധം പിടിക്കരുത്. കൊച്ചു പെൺപിള്ളേർ വേണേ പറയും മമ്മി അല്ലേ പാപ്പ അല്ലെ അച്ഛ അമ്മ അവരുടെ ഡ്രസ്സ് പോലെ എനിക്ക് പറയണം. അന്നേരം പറയണം നമ്മൾ ബന്ധുക്കോസുകാരാണ്. അല്ലാതെ കൊച്ചുങ്ങൾ നിർബന്ധം പിടിക്കുമ്പോൾ കൊച്ചിന്റെ ചിത്താന്തത്തിന് പുള്ളിയാൽ അവസാനം ദീന പോയ ചരിത്രം അറിയാമല്ലോ, വായിച്ചിട്ടുണ്ടോ? ദീന, മിസ് ദീന ഇല്ല, അത് ഒന്ന് വൈകിട്ട് പോയി വായിച്ചോണം. 34 സ്തോത്രം. മിസ് ദീന വായിച്ചിട്ടുണ്ടോ? മിസ് ദീന ഉണ്ട്, പരിവക്കാടാന്നുള്ളത് അറിയാമല്ലോ. സാറ് സൈമൺ സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം, ഇവള് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ ഓരോരോ കാഴ്ചകൾ കണ്ടെന്ന കാഴ്ച. സാറ് സൈമൺ സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം, കാഴ്ചകൾ കണ്ട് കണ്ട് ആഴ്ചകൾ തീരുമ്പോൾ വീഴ്ച ഭവിച്ചിടും ദുഷ്പഥത്തിൽ. മനസ്സിലായി കാണും. കാഴ്ചകൾ കണ്ട് കണ്ട് ആഴ്ചകൾ നീളുമ്പോൾ വീഴ്ച ഭവിച്ചിടും ദുഷ്പഥത്തിൽ. പെട്ടെന്ന് പിടിച്ചെടുക്കുമെന്നറിയാം, ടീച്ചർ ആയതുകൊണ്ട്. കാരണം എനിക്കറിയാം, അല്ലെങ്കിൽ അമ്മയ്ക്ക് നല്ല മിടുക്കിയാ, എനിക്കറിയാം. ഞാൻ അല്പസമയം സംസാരിച്ചുണ്ടെങ്കിൽ ഞാൻ പിടിച്ചെടുത്തു. തന്നെ എനിക്ക് വലിയ സന്തോഷം. ചട്ടയം മുണ്ട് കൊടുത്തവരെ ഇപ്പൊ കാണാനില്ല. അതാ അമേരിക്ക ചെന്നപ്പോഴും ചട്ടയം കൊണ്ടുവരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്നുകൂടെ പോകാം, നമുക്ക് എന്നോട് പോകാം. അപ്പൊ ശ്രദ്ധിച്ചേ, ദൈവത്തിന് മഹത്വം. കണ്ണിനൊക്കെ ഔഷധമുണ്ടാക്കുന്ന ഇമ്പമുണ്ടാക്കുന്ന പലതുള്ള ലോകമാ. എന്നാൽ ഒരു ദൈവവല്ലെങ്കിൽ കണ്ണുമായിട്ട് ഒരു നിയമം ചെയ്യണം. മായയെ നോക്കരുതെന്നാ. അപ്പോൾ ഒരു രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നടപ്പ്, ഈ ആത്മനിറവിന്റെ നദിയുടെ പ്രാരംഭ നടപടി ഇത് പ്രാപിച്ചു കഴിയുമ്പോൾ നടപ്പ് ക്രമീകരിക്കും. സ്തോത്രം. നടപ്പ് ക്രമീകരിക്കണം. നേരത്തെ നടന്നതുപോലെ നടക്കരുത്, നേരത്തെ സംസാരിച്ചതുപോലെ സംസാരിക്കരുത്. നേരത്തെ തെറി പറയുമായിരുന്നു, ഇപ്പോൾ ഉറക്ക പറയലും. ഇപ്പൊ പിന്നെ ഉറക്ക പറയത്തില്ല, എല്ലാവരും ഫോണിൽ കൂടെ തെറി പറയുന്നത്. എന്നെയും ചിലർ ഫോണിൽ കൂടെ തെറി പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർമാരും തെറി പറഞ്ഞിട്ടുണ്ട്. പാസ്റ്റർമാർ എന്നെ തെറി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്ന പാസ്റ്റർമാർ ചില തെറി പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. തിരുമേശ എടുത്തോണ്ട് ഓടിയതാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ ജോസഫ് പാസ്റ്റർ വീട്ടിലെ യോഗം കഴിഞ്ഞപ്പോൾ അതൊരു പറഞ്ഞ് ഒരാള്, പാസ്റ്ററല്ലേ നേര് പരമാർത്ഥിയാ. സ്തോത്രം. നടപ്പ് ക്രമീകരിക്കണം. എന്റെ ഭാഷ പറഞ്ഞ നാക്കും ചുണ്ടും ക്രമീകരിക്കണം. ഈ അഭിഷേക ശക്തി വന്നു കഴിയുമ്പോൾ അവൻ നടപ്പ് ക്രമീകരിക്കും. അതെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പൗലോസ് പറഞ്ഞ പദം നമ്മൾ ചിന്തിച്ചടാ. നിങ്ങളുടെ നടപ്പ് അല്ലെന്നില്ലെങ്കിൽ ആ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തത് ആയിരിക്കട്ടെ. സൂത്രം ഒന്നും ഒപ്പിക്കരുത്. സൂത്രപ്പണിയെല്ലാം നടത്തണം. ചട്ടത്തിന്മേ ചട്ടം, സൂത്രത്തിന്മേ സൂത്രം. അവിടെ എളുപ്പം ഇവിടെ എളുപ്പം നിർത്തി വെച്ച് ദൈവത്തെങ്കിലേക്ക് കണ്ണുകൾ ഉയർത്ത്. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വെള്ളം അങ്ങോട്ട് ഒഴുകി 1000 മുഴ വളർന്നപ്പോൾ വെള്ളം നരിയാണിയോളമായി. ഞാൻ ഓടിച്ചേ അങ്ങ് മുമ്പോട്ട് പോകാം. ഇനി അടുത്തത് 1000 മുഴവും കൂടെ വളർന്നത് വേറൊരാൾ വായിച്ചേ. ഇന്ന് എല്ലാവരും വാക്യം വായിക്കണം. നിങ്ങളെ പമ്മി ഇരിക്കുന്നുണ്ട് ചിലര്. അടുത്ത ആൾ വായിച്ചേ. അപ്പൊ പിന്നെ 1000 മുഴം വെള്ളം മുട്ടോളമായി. ദൈവത്തിന് മഹത്വം. അപ്പൊ 1000 മുഴ വളർന്നപ്പം നരിയാണിയോളമായി. വീണ്ടും ഒരു 1000 മുഴ വളർന്നപ്പം. അപ്പൊ ആദ്യം ഇത് ഈ ആത്മാവിനെ പ്രാപിച്ച് കഴിക്കുമ്പോൾ നടപ്പ് ക്രമീകരിക്കും. നടപ്പിനകത്ത് എല്ലാ കാര്യവും വരും. നേരത്തെ നടന്നതുപോലെ നടക്കത്തില്ല, നേരത്തെ പറഞ്ഞതുപോലെ പറയത്തില്ല. കണ്ണ് പൊട്ടുന്ന അനാവശ്യം നമ്മളെ പറഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും? സ്തോത്രം പറഞ്ഞോണ്ട്. നാളെ ഞാൻ വണ്ടിയെ പോയപ്പോ ഒരാൾ എന്തോ തെറിയായിരുന്നു. പിന്നെ ഞാനും കുറെ പഠിക്കാമല്ലോ എന്നോർത്ത്. പിന്നെ പുതിയ മോഡേൺ തെറിയൊക്കെ ഉണ്ടായി. ഞാനൊന്നും വേണ്ടിയില്ല. എന്റെ കൂടെയുള്ളവരോടത്ത് ഞാമല്ലോ. പിന്നെ നീ ഉച്ചയും കുത്തി തെറി പറഞ്ഞ ഞാൻ അനങ്ങുകയല്ല. സ്തോത്രം പറഞ്ഞോണ്ടിരിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം പറയും. തെറി അറിയാൻ മേലായിട്ടൊന്നുമല്ല. ഒന്ന് ഞാൻ കുട്ടനാട്ടുകാരനാ. സ്തോത്രം. അയ്യോ, കൊച്ചിലെയൊക്കെ ഉണ്ടല്ലോ ആൾക്കാരൊക്കെ ഇപ്പോഴല്ലേ ദൈവമക്കളായത്. ചില വഴക്കുണ്ടാക്കുമ്പോൾ അന്യോന്യമൊക്കെ തെറി പറഞ്ഞത് കൊച്ചിലെ അതിനും കേട്ടിട്ടുണ്ട്. സ്തോത്രം. പള്ളി പോകുന്നവരും തെറി പറയുന്നത്, പെന്തിക്കോസുകാർ തെറി പറയുന്നത്. പക്ഷെ നിന്റെ നാവിൽ എടുക്കരുത്. നീ തിരുമേശ കഴിക്കുന്ന നാവല്ലേ? അല്ലേ? എലി വശം തിന്നുമ്പോൾ അല്ലേ കൊണ്ടുവരുമ്പം? എലി വശം തിന്നുമ്പോൾ എടുക്കുകയല്ലയോ? ആ കപ്പിനകത്തുള്ള
അതൊന്ന് മുഴുവൻ പണ്ടൊരു തള്ളക്ക് കൊണ്ട് കൊടുത്തപ്പോൾ മുഴുവൻ അങ്ങ് കുടിച്ചു. ഇവിടുത്തെ കപ്പയിൽ അങ്ങോട്ട് അന്നൊക്കെ ഇങ്ങനെ വലിയ ഗ്ലാസ്സിൽ പാർസ് ചെയ്യുക. അല്ലടാ അര ഗ്ലാസോളം കൊണ്ടായിരുന്നു, അത് അവർ മുഴുവൻ അങ്ങ് കുടിച്ചു. ഉപദേശം ചോദിച്ചാൽ അത് മുഴുവൻ കുടിച്ചു. അവർ പറഞ്ഞു എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് ഓർത്താൽ ഇത്ര ഒന്നും കുടിച്ചാൽ പോരാ, ഉണ്ടെങ്കിൽ കുറച്ചു കൊടുത്താൽ പറഞ്ഞു. അവർ നോക്കിയപ്പോൾ അവിടെ പിന്നെ ഇരിക്കുന്നത് വലിച്ചു കുടിക്കുകയല്ലേ, ഒന്നാമത് ഈ ചൂടും പിടിച്ചിരിക്കുക പരവേശം എടുത്ത ആളേക്ക്. ഒരു കാര്യം പറയാം, നിന്റെ നാവ് തിരുമേശം എടുക്കുന്ന നാവാ, നീ പാനപാത്രം പാനം ചെയ്യുന്ന നാവാ. ആ നാവ് വേറെ ഒന്നിനും ഉപയോഗിക്കരുതെന്ന് അനാവശ്യം പറയാൻ ഉപയോഗിക്കരുത്. കൂട്ടു സഹോദരന്റെ അവൻ സ്വന്തം അവനെ നിന്ദിക്കാൻ ഈ നാവ് ഉപയോഗിക്കരുത്. കൂട്ടു സഹോദരിക്ക് ദോഷമായിട്ട് നിന്റെ നാവിൽ നിന്നും വരരുത്. അങ്ങനെ വന്നാൽ ബാക്കി ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. നിങ്ങളോട് മാത്രമല്ല, എന്നെ ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരോടും ഇതിന് ശേഷം ആരെങ്കിലും കാണുകയോ അവർ കൂടെ ഉള്ളതാ. നിന്റെ നാവിനെ നിയന്ത്രിച്ചോണം. അപ്പൊ ആരാ ഭാഗം വിടുക. ഈ രണ്ടാമത് ഈ വെള്ളം 1000 വളർന്നപ്പോൾ മുട്ടോളമായി കഴിഞ്ഞാൽ ഒരു വിശേഷത, പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലം അടക്കം. അല്ല, ഏത് വിഷയം വന്നാലും പ്രാർത്ഥിക്കും. എന്റെ ഭാഷ പറഞ്ഞ വിഷയങ്ങൾ വരുമ്പോ പരക്കം പാടിയല്ല, മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കും. സന്ധ്യയാകുമ്പോ കുഞ്ഞുങ്ങളോട് പറയും മാടി അതെ വാടാ പാട്ട് പാടി, അല്ല TV ഓൺ ചെയ്ത് വെച്ച് കൊച്ചുങ്ങളുമായിട്ട് പല മക്കൾ മുടിക്കുക. TV ഓൺ ചെയ്ത് എടാ ചാനൽ മാറ്റരുത്, ഞാൻ കാണുന്ന മാറ്റിയാ നിന്നെ ഞാൻ അമ്മയും പിള്ളേരും കൂടെ ചാനല് ഒന്ന് അവൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള ചാനൽ വെച്ചില്ല, ഇവിടെ ആരും പിന്നെ TV. അവൻ അവിടെ തുടുപ്പെടുത്ത് ഒറ്റയാണ് ജീവിക്കട്ടെ. പിറ്റേന്ന് വീട്ടിൽ കൗൺസിലർ കൂടി, അമ്മയ്ക്ക് ഒരു TV, മക്കൾക്ക് വേറെ TV. അപ്പന് പണ്ടേ TVയാ, അമ്മയ്ക്കും മക്കൾക്കും TVയും അപ്പന്. നീ സന്ധ്യയാകുമ്പോൾ ഭർത്താവില്ലെങ്കിൽ അദ്ദേഹം ജോലിക്കോ ബിസിനസ് എന്തുമായിട്ട് പോയി. അമ്മമാര് ചെയ്യേണ്ടത്, അമ്മമാർ ഇങ്ങോട്ട് നോക്ക്, ഉറങ്ങരുത്, താളമാരെല്ലാം നോക്ക്. അമ്മമാര് ചെയ്യേണ്ടത് സന്ധ്യയാകുമ്പോൾ കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തി പാട്ട് പാടി പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെ പണ്ട് ചെയ്ത കുടുംബവും കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ സന്തതിക്ക് ഒരു ദോഷവും വന്നിട്ടില്ല, അവരുടെ തലമുറയ്ക്ക് ഒരു ദോഷവും വന്നിട്ടില്ല. ഈ സന്ധ്യയാകുമ്പോൾ പാട്ട് പാടി ആത്മാവിൽ ബലപ്പെടണം. ഈ കോവൂരെ കുഞ്ഞോളച്ചമ്മ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം എപ്പോഴും എന്റെ ഓർമ്മയില്ല. കുഞ്ഞോളച്ചമ്മ പ്രസംഗിക്കാൻ പറഞ്ഞ ഞങ്ങളുടെ വീട്ടിൽ 2 പ്രാർത്ഥനയാണ്. അപ്പൊ ചോദിച്ചു അതന്നെ 6 മണിയാകുമ്പോൾ ഒരു കൊച്ചു പ്രാർത്ഥനയുണ്ടെന്ന്, സന്ധ്യയ്ക്ക് 6 മണിക്ക് ഒരു കൊച്ചു പ്രാർത്ഥന. അപ്പൊ പുള്ളിക്കാർ കൊച്ചു പ്രാർത്ഥന എന്ന് വെച്ചാൽ 2 പിള്ളേരെ അവരെ വിളിച്ചിരുത്തി ഒരു പാട്ട് പാടി ഒരു സങ്കീർത്തനം വായിപ്പിച്ച് അവരെ 2 പേരെയും കൊണ്ട് അതാ കൊച്ചു പ്രാർത്ഥന. അത് കഴിഞ്ഞ് വാമിച്ചാനും ഒക്കെ വന്ന് എല്ലാവരുടെ കുടുംബാംഗങ്ങളെല്ലാം കൂടെ കൂടുമ്പോൾ വലിയ പ്രാർത്ഥന, അത് 8 മണിക്ക്. മനസ്സിലാകാടിയാണോ? ഞാൻ നിങ്ങളോടും പറയാം, നിന്റെ വീട്ടിൽ കൊച്ചു പ്രാർത്ഥന നടത്ത്. സന്ധ്യാകുമ്പോൾ കൊച്ചുങ്ങൾക്ക് മൊബൈലും കൊടുത്ത് ഒന്ന് ടെറസിന്റെ മണ്ടയിൽ ഒന്ന് ബെഡ്റൂമിൽ കയറി കഥ അടച്ച് തള്ള അടുക്കളയുടെ അവിടെ പോയി പമ്മി ഇരുന്ന തള്ളയും. മനസ്സിലാകുന്നുണ്ടോ? അതിന് നിന്റെ കുടുംബം മുടിയുക, അതിന് തലമുറ ഭക്ഷണത്തിലേക്ക് പോകുക, അതിന് പിള്ളേർ പഠിക്കുക, നന്നാകാനുള്ള മാർഗം പറഞ്ഞു തരിക. സന്ധ്യ അമ്മമാരൊന്ന് ഒരുമിക്കേ. നിന്റെ സന്തതിക്ക് ഒരു ദോഷം വരികയല്ല, നിന്റെ തലമുറയ്ക്ക് ഒരു ദോഷം വരികയല്ല, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഏത് വിഷയം വരുമ്പോഴും അവൻ പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലം അടക്കും. അതായത് മുട്ടോളം വെള്ളം അയാളുള്ള വിശേഷത. ഏത് വിഷയം വെപ്രാളം പിടിക്കത്തില്ല. മാരക രോഗം വരട്ടെ, അന്നേരം പറയും നമുക്ക് മുഴങ്കാലം അടക്കി പ്രാർത്ഥിക്കാം. സ്തോത്രം. കാരണം അവിടുന്ന് സൗഖ്യം തരുന്ന ദൈവം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അവന്റെ അടിപ്പുണരാൻ നിനക്ക് സൗഖ്യമാ. അവൻ തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. ഏത് വിഷയമാണെങ്കിലും പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലം അടക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം. ഇത് അങ്ങ് പരക്കം പായ. സ്തോത്രം. പരക്കം പാഞ്ഞുകൊണ്ട് ഒരു ഗുണോ മുട്ടമടക്കി പ്രാർത്ഥിക്കണം. നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. അമ്മച്ചി പറഞ്ഞല്ലോ, അമ്മച്ചിയുടെ പ്രാർത്ഥന മാലാക പ്രാർത്ഥന സ്വർഗത്തിൽ ചെന്നു. അമ്മച്ചിയും സ്വർഗത്തിൽ വരണം, അമ്മച്ചിയും വരണം. പ്രാർത്ഥന അങ്ങ് ചെന്നു, അമ്മച്ചിയും വരണം, സ്വർഗത്തിൽ വരണം. കൊർന്നേലിയോസിന്റെ വീട്ടിൽ അങ്ങനെ. കൊർന്നേലിയോസിന്റെ പ്രാർത്ഥനയും ധർമ്മമല്ല, അങ്ങ് വന്ന് നീയും അങ്ങ് വരണം. നീ വരണമെങ്കിൽ പീറ്ററിനെ വിളിച്ച് യോഗം നടത്തി നീ രക്ഷിക്കപ്പെടണം. അത് കഴിഞ്ഞ് സ്നാനപ്പെടണം. അത് കഴിഞ്ഞ് ആത്മസ്നാനം പ്രാപിച്ചോട്. എല്ലാവരോടുമുള്ള ദൂത നിന്റെ പ്രാർത്ഥന സ്വർഗം കൈക്കൊള്ളും. ഞാൻ ഈ അമ്മച്ചി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക, അഭിനന്ദിക്കുക. ദൈവം ദീർഘായുസ്സ് തരട്ടെ. അവൻ പ്രാർത്ഥനയിൽ പോരാടണം. ഏത് വിഷയം വന്നാലും പ്രാർത്ഥിച്ചോണം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ദൈവം തള്ളിക്കളയത്തില്ല. തിരുവചനം സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും യഹോവ സമീപസ്ഥനാണ്. വേറൊരു ഭാരത് പറയുക, പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവർ സകല ചെലവ് നിന്റെ അടുക്കലേക്ക് വരിക. അതുകൊണ്ട് മുട്ടോളം വെള്ളമായാൽ ഏത് വിഷയം വന്നാലും മുഴങ്കാലം അടക്കും. സാമ്പത്തിക ബുദ്ധിമുട്ട് വരട്ടെ, അന്നേരം മുഴങ്കാലം അടക്കും. കുഞ്ഞുങ്ങൾക്ക് ഒരു തീരം വരട്ടെ, അന്നേരം മുട്ടുമടക്കും. വ്യക്തിപരമായിട്ടൊരു പ്രശ്നം വരട്ടെ, അന്നേരം മുഴങ്കാലം അടക്കും. നിനക്ക് വിരോധമായിട്ട് ചിന്തിക്കട്ടെ, മന്ത്രിക്കട്ടെ, കരുക്കളും തന്ത്രങ്ങൾ ഒരുക്കട്ടെ, മുട്ടുമടക്കണം.
പ്രാർത്ഥനയിൽ പോരാടണം. ഇന്ന് മക്കൾ എല്ലാവരും തീരുമാനമെടുത്താണ്. ആരെ കുടുംബാരാധന മുടങ്ങരുത്, പ്രാർത്ഥന മുടങ്ങരുത്, സന്ധ്യപ്രാർത്ഥന മുടങ്ങരുത്, പ്രധാന പ്രാർത്ഥന മുടങ്ങരുത്. ദൈവത്തെ മഹിതപ്പെടുത്ത്. ഞാനും ദൈവസന്നിധിയിൽ സത്യമല്ലയോ പറയുള്ളൂ, അതേ പറയാവുള്ളല്ലോ. കുറച്ച് നാളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ പ്രഭാത പ്രാർത്ഥന അങ്ങ് മുടങ്ങി. കാര്യം പറയണ്ടേ, എന്റെ കാര്യം പറയണ്ടേ? കാരണം ഈ ദൂരെയൊക്കെ യാത്ര പോയിച്ചേ 2:30 3 വന്ന് കിടക്കാൻ, അതുകൊണ്ട് വെളുപ്പിനെ എഴുന്നേക്കാൻ പറ്റുന്നില്ല. അതിന്റെ പോരാട്ടമുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം അത് വീണ്ടും ആരംഭിച്ചു. തുരുത്തിലൊക്കെ ഞങ്ങൾ പറക്കുമ്പോൾ 4:30 എഴുന്നേക്കും. എഴുന്നേറ്റ് പാട്ട് പാടി അത് 5-6 പാട്ടങ്ങ് പാടും. അങ്ങനെ ഈ പാട്ടെല്ലാം തിട്ടമാകുന്നത്. ഒരു 4-5 പാട്ട് പാടും വെളുപ്പിനെ. ഒരു 4-5 പാട്ട് പാടി എല്ലാവരും മകിച്ച് പ്രാർത്ഥിച്ചേച്ച് പ്രഭാതം ആരംഭിക്കും. അതിവിടെ വന്നേ പിന്നെ അത്ര ഒക്കുന്നില്ല. കഴിഞ്ഞ ദിവസം പിന്നെ എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ ദിവസം തുടങ്ങി നിങ്ങളെല്ലാം പേര് പറഞ്ഞാ പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. നിങ്ങളെ മാത്രമല്ല, പ്രാർത്ഥനയിൽ പൊരുതണം. ഏത് വിഷയം വന്നാലും മുടങ്ങാനും ഇടയ്ക്ക് പ്രാർത്ഥിക്കണം. ആമേൻ. പ്രശ്നങ്ങൾ വരുമ്പോൾ നെട്ടോട്ട് മുടങ്ങി വെപ്രാളം പിടിക്കരുത്. ആണ് ദൈവം അത്ഭുതം ചെയ്യണമെങ്കിൽ മുടങ്ങാലും മടങ്ങും. ഈ മുടങ്ങാലും മടക്കി പ്രാർത്ഥിക്കാൻ ഒരു ഉദാഹരണം നിങ്ങൾക്ക് അറിവുള്ള വാക്യമാണ്. ഈ രേഖ തനിക്ക് വിരോധമായി എഴുതിയെന്ന് ദാനിയേലിന് അറിവ് കിട്ടിയപ്പോൾ ദാനിയേല് പഞ്ചായത്ത് മെമ്പറിനോ പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ മന്ത്രിനെയോ MLA-നെയോ MP-നെയോ കാണാൻ പോയെന്നല്ല. ദാനിയേൽ എന്തോ ചെയ്യുന്ന 6-ാം അധ്യായത്തിന്റെ 10 റോസിലിയാൻറ്റി വായിച്ചേ. ദാനിയേൽ പ്രവചനം 6:10 വായിര്. അല്ലല്ല, രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച സ്തോത്രം ചെയ്തു. ദൈവത്തിന് മഹത്വം. പ്രശ്നങ്ങൾ അങ്ങോട്ട് രൂക്ഷമായപ്പോൾ ദാനിയേൽ മുഴങ്കാലും അടക്കി പ്രാർത്ഥിക്കാൻ അത് യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ടു. സംഖ്യാപുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും ദിനവൃത്താന്ത പുസ്തകത്തിലും കൊണ്ട് നിങ്ങൾക്ക് ഇസ്രായേൽ മക്കളുടെ ദൂത, നിങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ നിങ്ങൾ യെരൂശലേമിനെ നോക്കി പ്രാർത്ഥിക്കണം. വാക്യങ്ങൾ എടുക്കാൻ ഏൽപ്പിക്കാൻ നേരമില്ല. നിങ്ങൾ യെരൂശലേമിലേക്ക് നോക്കി അതാ കിളിവാതിൽ അങ്ങോട്ട് തുറന്നിട്ട്, കാരണം അവിടുന്ന് സഹായം വരുമെന്ന യഹൂദന്റെ വിശ്വാസം. അവിടെയാണ് ദൈവാലയം, അവിടെയാണ് ദൈവസാന്നിധ്യം, അവിടെയാണ് തീയിറങ്ങിയത്, അവിടെയാണ് ശക്തന, അവിടെയാണ് ദൈവമകത്ത്. അതുകൊണ്ട് ആ ദിക്കിലോട്ട് നോക്കി യഹൂദൻ പ്രാർത്ഥിക്കും. അതുകൊണ്ട് ദാനിയേലെ പ്രശ്നം രൂക്ഷമായെന്ന് കണ്ടപ്പോൾ അവിടെ ഒരു പദമുണ്ട്, മുമ്പ് ചെയ്ത് വന്നതുപോലെ. പ്രശ്നം വന്നപ്പോഴല്ല പ്രാർത്ഥന, പ്രശ്നമില്ലാത്തപ്പോഴും പതിവ് തെറ്റിക്കുന്നില്ല. പ്രശ്നം ഇല്ലാത്തപ്പോഴും പ്രാർത്ഥനയെ പൊരുതും. നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോഴാ പക്ഷെ എന്നാ വന്നാലും ഞങ്ങളുടെ വീട്ടിലൊരു 3 days. കാരണം അടുത്ത കാലത്തൊന്നും ഒരു യോഗം വെച്ചിട്ടില്ല. മിക്ക വീട്ടിൽ എത്ര വർഷമായി യോഗം നടന്നിട്ട് ഇല്ലേ? 2 വർഷത്തോളമായി മിക്ക വീടുകളിലും. 2 വർഷമായിട്ട് നന്നായിട്ട് കഴിച്ചു. ഈ 2 വർഷം കഴിച്ചതുപോലെ 1 വർഷം ഇതിനു മുമ്പ് ചുമ്മാ ഇരുന്ന് കഴിക്കുക. നിങ്ങൾ പരമാർത്ഥം പറ. ഈ 2 കൊല്ലം കൊണ്ട് കഴിച്ചതുപോലെ ഗവൺമെന്റ് ആണ് എന്ത് വേണ്ട സാധനം ആരംഭകാലത്ത് വന്നത് കിറ്റ് അല്ലേ? ഇഷ്ടംപോലെ കിറ്റ്. പിന്നെ സഭക്കാർ കിറ്റ് കൊടുത്തത്, പിന്നെ ഓരോരോ ഗ്രൂപ്പുകാർ കിറ്റ് കൊടുത്തത്. ഇഷ്ടംപോലെ 2 കൊല്ലം കൊണ്ട് എടുക്കാവുന്നതിന്റെ പരമാവധി ചിലക്ക് തൂക്കം കൂടി, ചിലരുടെ കവിളി ആടി. ഞാൻ പരമാർത്ഥമായ കാര്യമാണ് പറയുന്നത്. സഹോദരന്മാരുടെ ഷർട്ട് 40 ആയിരുന്നു, ഇപ്പൊ 42 വേണം. സഹോദരിമാർക്കും അതുകൊണ്ടും തന്നെ 1.5 മീറ്റർ തുണി ഇപ്പം വേണം. ഞാൻ എതിര് പറഞ്ഞതല്ല, അതൊക്കെ ആവശ്യമാണ്. പക്ഷെ നിന്റെ വീട്ടിൽ പ്രാർത്ഥന നടക്കുന്നുണ്ടോ? നിങ്ങളമ്മ എന്നെ പ്രാർത്ഥന വെക്കണം 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 എന്ന് പറഞ്ഞിരിക്കുന്ന അല്ലാതെ സ്തോത്രം. എല്ലാ വീട്ടിലും ആരാധന ഉയരണം. നിന്റെ വീട്ടിൽ ദൈവമക്കൾ നടന്നു കയറി കാല് കുത്തി സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ വീടിന് വിടുതലാന്ന്. എല്ലാം ക്രമീകരിച്ച ഒരു പ്രാർത്ഥന നടത്താൻ ഒക്കത്തില്ല. ആ ലഭിക്കുന്ന സാഹചര്യത്തിൽ ദൈവമക്കൾ ആണ് നിന്റെ ഭവനത്തിൽ കയറി കാല് കുത്തുന്നത് തന്നെ നിന്റെ വീടിനൊരു അനുഗ്രഹമാണ്. പെട്ടകം അവൻ ആ ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാന്റെ വെള്ളത്തിന്റെ വക്കത്ത് മുട്ടിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്കിൽ നിന്നാ ചില ഒഴുക്കുകളെ ദൈവം തടയും. നിന്റെ കുടുംബത്തിനെതിരെ, കുഞ്ഞുങ്ങൾക്കെതിരെ, ഭാവിക്കെതിരെ, നന്മയ്ക്കെതിരെ, ആയുഷിനെതിരെ വെല്ലുവിളിക്കുന്ന ഒഴുക്കുകളെ ദൈവം തടയുമെന്ന്. ആരാധന കുടുംബത്തിൽ ഉയരട്ടെ, പ്രാർത്ഥന നിന്റെ ഭവനത്തിൽ ഉയരട്ടെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ബലപ്പെടുക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പാറക്കുളത്ത് ഒരു യാക്കോച്ചൻ ഉണ്ടായിരുന്നു. അമേരിക്കയിലായിരുന്നു പോയി, അദ്ദേഹം കടന്നുപോയി ഡാളസിൽ. അവിടെ വെച്ചായിരുന്നു ശവസംസ്കാരം, പോകാനൊത്തില്ല. നമ്മുടെ യാക്കോച്ചൻ മരിച്ചു പോയി. നീ പറഞ്ഞിട്ട് തന്നെ എടുക്കും. ഞങ്ങളെല്ലാം ഒരു സഭയിൽ അവിടെ ആരാധിച്ചതാ. കൊച്ചൻ കടന്നുപോയി. അപ്പൊ ചാക്കോച്ചന്റെ വീട് പണിയുന്നതിന് മുന്നേ ഫൗണ്ടേഷൻ കെട്ടിയിട്ടു. അപ്പം ചാക്കോച്ചൻ എന്ന് ഏറ്റു ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന. അപ്പൊ ചോദിച്ചു എവിടെ വെക്കാം? ഫൗണ്ടേഷന്റെ പുറത്തിരുന്ന് പ്രാർത്ഥിക്കും. നിങ്ങളമ്മ എന്ന യോഗത്തിനുണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ചെറിയ ഷെഡ് വെച്ചിട്ടുണ്ട്. അപ്പറ അത് മാത്രം 2 കട്ടിലൊക്കെ കിടക്കാം. അവിടെ നിൽക്കാൻ പാടില്ല, പിന്നല്ലേ ഇരിക്കുന്നത്.
അപ്പൊ ചാക്കോച്ചൻ പ്രാർത്ഥന കേട്ടു. അപ്പൊ എല്ലാവരും ചോദിച്ചു, ചാക്കോച്ച എവിടെ ഇരിക്കും? സഭ വലിയൊരു സഭയാ. അന്നത്തെ കാലത്ത് 100-300 പേരുണ്ട് അവിടെ ആരാധനയ്ക്ക്. അതെല്ലാം ഞാനിനി പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, അല്പ സാമ്പത്തിക ഭദ്രത ഉള്ളവരാ. പാതിപ്പള്ളി കുഞ്ഞവറാച്ചൻ സഹിതം. ചാക്കോച്ചൻ പറഞ്ഞ ഞങ്ങളുടെ ഫൗണ്ടേഷന്റെ പുറത്തിരുന്ന് പ്രാർത്ഥിക്കും. ഞാനും പോയി. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ വീട് വെക്കേണ്ട വഴികളെല്ലാം ദൈവം ഒരുക്കി. വേണേ അറിയാൻ മേലെ ഞാൻ കൊണ്ട് കാണിക്കാം. വീടൊന്ന് പോയി കാണുന്നത് നല്ലതാണ്. സ്തോത്രം. നിന്റെ ഉള്ള സാഹചര്യത്തിൽ വേണം പ്രാർത്ഥനയ്ക്ക് മുടങ്ങാലും മടക്കാൻ. എന്നാലും ദൈവം വിശാലത വരുത്തും. നമ്മൾ പറയുന്നതിനാ വിശാലത വന്നേച്ച് മിക്കവാറും. ഞാൻ ഇന്നാള് പറഞ്ഞത്, ഞങ്ങളുടെ കാവാലത്ത് വീട്ടിലെ പണ്ട് യോഗം വെച്ചപ്പോൾ ഇരിക്കാനൊന്നും ഇടയില്ല. അവിടെ കുന്നുപറമ്പിലെ അമ്മച്ചിനെയും അവിടുത്തെ വേറൊരു അമ്മച്ചിയുണ്ട്, വീട്ടുപേരും മറന്നുപോയി. രണ്ടമ്മയെ ഞാൻ കടലിലേക്ക് കയറ്റിയിരുത്തി അവിടെ ഇരിക്കാൻ പറഞ്ഞു. വേറെ ഇരിക്കാൻ ഇടയില്ല. കുന്നുപറമ്പിൽ നമ്മുടെ കൊച്ചായൻ്റെ അമ്മയും വേറൊരു അമ്മയുണ്ട്. അവർ രണ്ടുപേരെ ഞാൻ കടലിലിരുത്തി അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇരിക്കാൻ ഇടയൊന്നുമില്ല. ആ ചെറിയ 2 മുറി ആ ഉള്ളിടത്തൊക്കെ ഇരുത്തി. സ്തോത്രം. ചെല്ലുവിന്റെ പ്രാർത്ഥന വെക്കാത്തത് വലിയ വീടും ചുറ്റുപാടുമാണ്. ആൾക്കാരെല്ലാം വന്നാൽ അഴുക്കാകും. പിന്നെ എന്ത് ഈ ടൈൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ടൈൽസ് അല്ല. പിന്നെ ഇത് പിള്ളേര് രാജസ്ഥാൻ മാർബിള് നെറ്റിലടിച്ചാണ് മാർബിള്. ഇപ്പൊ അങ്ങനെ നെറ്റിലടിച്ചാ മാർബിള് കൊണ്ടുവന്നു. അങ്ങനെയുള്ള നീ ഒന്നും ചെയ്യാതിരിക്കുന്നതാ. സ്തോത്രം. പഴയ കാലം മറക്കരുത്. ആനവായം പെരക്കകത്ത് കിടന്ന കാര്യം മറക്കരുത്. നീ വാടകയ്ക്ക് താമസിച്ച കാര്യം മറക്കരുത്. സ്തോത്രം. മറക്കരുത്. അയ്യോ, ബോംബെയിലൊക്കെ താമസിച്ചിട്ടുള്ളവർ ഇവിടെ കാണിച്ചാൻ താമസിച്ചിട്ടുണ്ട്. ഒരു മുറി കിച്ചൺ ആണെങ്കിൽ ശരിക്കൊന്ന് തിരിയാനുള്ള സൗകര്യം പോലും. ആ സ്ഥലത്തെ ആ അനുഭവത്തിൽ നിന്നാണ് ദൈവം നിനക്ക് വിശാലത തന്നത്. മറക്കരുത്. പഴയതൊന്നും മറക്കരുത്. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇപ്പൊ അടുക്കള കാലത്ത് പന്ത് കളിക്കാൻ എന്നിട്ട് പറഞ്ഞ സൗകര്യമില്ലെന്നാ. എന്നാ നീ അംബാനിയുടെ വീട്ടിൽ പോകുന്ന നല്ലത്. 29 നിലയുണ്ട്. എന്ത് സൗകര്യത്തിൽ ജീവിച്ച ആൾക്കാരാ. പിന്നെ വെക്കിങ്ങാൻ കൊട്ടാരത്തിലല്ലായിരുന്നോ? അവിടെ ഭയങ്കര സൗകര്യം. ഒരു കൂറയില്ലാതെ തെണ്ടി നടന്നവളല്ല. ഇത് കൂടുതൽ അങ്ങനെ അതിന് പറയാനേ. നീ ബുക്കർ കാണാൻ തുടങ്ങിയതാ. പറ, സത്യം പറ. നീ എന്നാ ബുക്കർ കാണാൻ തുടങ്ങിയത്? നിക്കർ കണ്ടിട്ടുണ്ട് നീ? കൊച്ചങ്ങളുടെ നിക്കറല്ല, നീ കഴുകിയിട്ടുണ്ട് നിക്കർ ഒത്തിരി. ഇന്ന് ഞാനും കരുതി കൂട്ടിയാ നിൽക്കുന്നത്. നീ എന്നാ ഒരു നല്ല കുക്കർ പറ. നിങ്ങളുടെ ഇകഴ്ത്തി പറഞ്ഞതല്ല, നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തിയ കാര്യമായി പറയുന്നേ. സ്തോത്രം. നീ എന്നാ നല്ലൊരു ഫ്ലാസ്ക് കാണാൻ തുടങ്ങിയ. ഫ്ലാസ്ക് എന്നൊക്കെ മനസ്സിലായില്ലേ? ഫ്ലാസ്ക് ഇല്ലേ? എന്നാ നീ ഒരു നല്ല ഫ്ലാസ്ക് കാണാൻ തുടങ്ങിയത്? പറ. ഇപ്പൊ എത്ര ഫ്ലാസ്ക് ഉണ്ട് നിന്റെ വീട്ടിൽ? പഴയ അമ്മച്ചിമാരോട് ചോദിച്ചാൽ പണ്ട് കുഞ്ഞുങ്ങൾക്ക് പാല് ചൂടാക്കി കൊടുക്കുന്നത്, പാല് കാച്ചേച്ച് ചൂടുവെള്ളം തിളപ്പിച്ച് അതിനകത്ത് ആ പാത്രം ഇല്ല. കണ്ടോ? സ്തോത്രം. അന്ന് ഒരു വീട്ടിലെ ഫ്ലാസ്ക് ഇല്ല. അപ്പൊ എന്റെ വല്യമ്മച്ചി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഉപ്പാപ്പന്റെ ഇളയ കുഞ്ഞിന് കൊടുക്കുന്നത്. രാത്രി കുഞ്ഞ് കരയും. അപ്പൊ പാല് കാച്ചി ആറിച്ചേച്ച് വലിയ പാത്രത്തിനകത്ത് വെള്ളം തിളപ്പിച്ച് ചിലപ്പോൾ അടുപ്പേ തന്നെ പാത്രം അങ്ങ് വെക്കും. കനലും കാണും. പാലും പാത്രം ഇതിനകത്തോട്ട് ഇറക്കി. ഫ്ലാസ്ക് ഇല്ല. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകുകയല്ല. ഇപ്പൊ ഞെക്കുന്ന ഫ്ലാസ്ക് ഇങ്ങനെ വെക്കുമ്പോ എന്നാണ് ഇതെല്ലാം കാണാൻ തുടങ്ങിയേ? ഫ്ലാസ്ക്. ഇപ്പോഴത്തെ ചില സ്ത്രീകൾ പറയത്തില്ലേ, ഗ്യാസ് ഇല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിലൊന്നും. നിനക്ക് എന്നാ ഗ്യാസ്? നിനക്ക് ഗ്യാസ് ഉണ്ടായിരുന്നു, നിനക്ക് നിന്റെ ഇത് കൂടുതൽ എങ്ങനെയാ പറയുന്നേ? നല്ലതുപോലെ ഗ്യാസ് ഉണ്ടായിരുന്നു. ഇപ്പൊ വെടിവെക്കുമ്പോ കത്തുക. അത് കളയണമെന്നല്ല ഞാൻ പറഞ്ഞത്. അടുപ്പിൽ കിടന്ന് ഊതി നിന്റെ ഊപ്പാട് വന്നതാ ഇല്ലേ? പറ നിങ്ങൾ ചിന്തിക്കേ. പൊത്താനില്ലാതെ മഴ സമയത്തൊക്കെ പൊത്താൻ എടുത്ത് വന്ന് നനഞ്ഞ പൊത്താൻ ഊതി കത്തിച്ച് ഊതിയതാ. ഓർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കേ. ഇപ്പൊ ഈ സാഹചര്യം എല്ലാം കൂടെ വന്നപ്പോ അങ്ങ് അഹങ്കാരം കൂടിയിട്ട് കണ്ടമാനം ഈ അഹങ്കാരികൾ ധാരാളം ഉണ്ട്. അഹങ്കാരം പെടുത്ത സഹോദരന്മാരും ഉണ്ട്, അഹങ്കാരമുള്ള സഹോദരിമാരും. അഹങ്കാരം നിലനിൽക്കുന്നതല്ല. ദൈവം നിന്നെ പിടിക്കും. നീ ലഭിച്ചതിനെല്ലാം നന്ദി അർപ്പിക്കും. ലഭിച്ചതിനെല്ലാം സ്തോത്രം പറ. കിട്ടാത്തതിന് പിന്നാലെ പറഞ്ഞ പോലെ പിറുപിറുക്കാതെ ലഭിച്ചതിനെല്ലാം ദൈവത്തിന് നന്ദി പറ. ഇപ്പൊ മിക്ക വീട്ടിലും ഓവനെ ചൂടാക്കാൻ അങ്ങോട്ട് വെച്ചു ഞെക്കിയാൽ മതി. അത് അവിടെ കിടന്ന്
അത് നല്ലതാ. പക്ഷെ എന്നാ ഇത് കാണാൻ തുടങ്ങിയത്? ഫ്രിഡ്ജ് അത് നല്ലതാ. ഈ വന്ന കാലത്ത് ഇതൊക്കെ ആവശ്യമില്ല നല്ല ഈ പറഞ്ഞത്. ഇതെന്നാ കാണാൻ തുടങ്ങിയത്? പണ്ട് ഫ്രിഡ്ജില്ലായിരുന്നു. അമ്മച്ചിമാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ചില അമ്മച്ചിമാർ വെറ്റിലയൊക്കെ ഈ വാഴപ്പോളയുടെ ഇടയിൽ കൊണ്ട് അതാ ഫ്രിഡ്ജ്. പാളയത്തോടെ മഴയുടെ ആദ്യത്തെ പോള പൊളിച്ചു രണ്ടാം പോളയ്ക്കകത്ത് അതായിരുന്നു ഫ്രിഡ്ജ്. ചാക്കോച്ചാൻ ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അറിയാമോ ഞാൻ ഈ പറഞ്ഞ കാര്യം? എന്നേക്കാൾ പ്രായമുള്ള ആളും എല്ലാം കറുപ്പിക്കാഞ്ഞതിനായിട്ട് നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുമാതിരിപ്പെട്ട കളവന്മാരെല്ലാം കറുപ്പിച്ച് പരിവക്കാടി നടക്കുക. നീ കറുപ്പിക്കാൻ ചെയ്യരുത് കേട്ടോ. ദൈവത്തിന് ദൈവം അനുഗ്രഹിക്കട്ടെ. ക്രൈസ്തവോ എന്നാ നീ ഫ്രിഡ്ജ് കാണാൻ തുടങ്ങിയത്? ഫ്രിഡ്ജ് വേണ്ടെന്നല്ല, ഓവൻ വേണ്ടെന്നല്ല, ഗ്യാസ് അടുപ്പ് വേണ്ടെന്നല്ല എന്റെ വാദ. അതെല്ലാം എല്ലാവർക്കും ലഭിക്കട്ടെ, എല്ലാവർക്കും കിട്ടും. പക്ഷെ പഴയതൊന്നും നീ മറക്കരുത്. ദൈവം നിന്നെ നടത്തിയ വിധമൊന്നും നീ മറക്കരുത്. ദൈവം നിന്നെ പരിപാലിച്ച വിധമൊന്നും നീ മറക്കരുത്. ദൈവം നിന്നെ സൂക്ഷിച്ച വിധമൊന്നും നീ മറക്കരുത്. ഇപ്പൊ നല്ല വസ്ത്രമൊക്കെ യഥേഷ്ടം ആവശ്യത്തിനുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടം പോലെ ഉണ്ട്. പണ്ടൊരു ഷർട്ട് മാറിയിടാൻ കൊതിച്ചിട്ടില്ലേ? ഇഷ്ടം പോലെ കൊതിച്ചിട്ടുണ്ട്. ഇപ്പൊ നിനക്ക് തരാതരത്തിന് ദൈവം തന്നു, നീ ദൈവത്തിന് മഹത്വം കൊടുക്ക. പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ല പ്രാർത്ഥിക്കേണ്ടത്, പ്രശ്നങ്ങൾ ഇല്ലാത്തപ്പോഴും പ്രാർത്ഥനയ്ക്ക് പോരാടണം. ദേഹം എനിക്ക് വിരോധമായി എഴുതിക്കുന്ന ദാനിയേലിന് അറിവ് കിട്ടിയപ്പോൾ അവൻ പെട്ടെന്ന് താൻ പാർക്കുന്നിടത്ത് ചെന്ന് കിളിവാതിലുകൾ യെരൂശലേമിന് നേരെ തുറന്നിട്ട് മുൻപ് ചെയ്തു വന്ന പതിവ് പോലെ പ്രാർത്ഥിച്ചു. ദൈവമക്കൾ പ്രാർത്ഥനയിൽ പോരാടണം. എന്നെ കേൾക്കുന്ന പ്രിയരെ, അല്പസമയം കിട്ടിയ പ്രാർത്ഥനയിൽ പോരാടിക്കോണം. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടി അല്ല പ്രാർത്ഥിക്കേണ്ടത്, നാം അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രാർത്ഥനയിൽ പോരാടുവാൻ. ഹല്ലേലൂയ. ആമേൻ. ശരിക്കും പ്രാർത്ഥനയിൽ പോരാടണം. പ്രശ്നങ്ങൾ വരുമ്പോൾ ആൾക്കാരുടെ ഒപ്പ് മേടിച്ചു വേറെ സ്ഥലത്തോട്ടല്ല പോകേണ്ടത്, ദൈവസേനയും മുഴങ്ങാനും മുടങ്ങും. കാരണം ഈ ലോകം നീതി കിട്ടാത്ത ലോകമാണ്. ഇനി നമുക്ക് ദൈവമക്കൾക്ക് നീതി ലഭിക്കണമെങ്കിൽ നീതിയോട് രാജാവ് ഭരിക്കാൻ വരും. അന്ന് മാത്രമേ നമുക്ക് നീതിയുള്ളൂ. അപ്പൊ അതുവരെ നാം ചെയ്യേണ്ട കാര്യം മുഴങ്കാലം എടുത്ത് പ്രാർത്ഥിച്ചോണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ബഹുമാനത്തോടും ആദരവോടും അല്പ കർക്കശമാണെന്ന് പറയട്ടെ, നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന ഉയരട്ടെ. ഈ ആരാധന കഴിയുമ്പോൾ ഒരു തീരുമാനമെടുത്ത് പോകാവോ? എന്റെ വീട്ടിൽ പ്രാർത്ഥന നടക്കണം, എന്റെ വീട്ടിൽ പ്രാർത്ഥന ഉയരണം, ആ വീട് പ്രാർത്ഥന ഗോപുരമായി തീരണം. അതുകൊണ്ട് ഇന്നത്തെ ആരാധനയിൽ എല്ലാവരും തീരുമാനമെടുക്കണം. സന്ധ്യാപ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും മുടക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സന്ധ്യപ്പാട്ടും അറിയാമല്ല, പ്രഭാതപ്പാട്ടും പലർക്കും അതുകൂടെ അറിയാവുന്നതാ. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, അതറിയാം. കാരണം കാലത്ത് ഉച്ചയ്ക്ക് വൈകിട്ടും എല്ലാം സങ്കടം ബോധിപ്പിക്കുന്ന ദാവീദ്. പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കുക. ദാവീദ് സങ്കീർത്തനം പറഞ്ഞ കാലത്തും വൈകുന്നേരത്തും ഉച്ചയ്ക്കും 3 നേരം. വേറെ പാട്ട് സങ്കീർത്തനം പറഞ്ഞ ദിവസം 7 പ്രാവശ്യം വന്ന നിന്നെ സ്തുതിക്കുന്നത്. ആ 119 സങ്കീർത്തനത്തിന്റെ 164 വാക്യമാണെന്നാ തോന്നുന്നത്. എന്നാലും ഒന്ന് വായിച്ചു. നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. 7 പ്രാവശ്യം. ദാവീദ് സങ്കീർത്തനത്തിൽ പറഞ്ഞത് 3 നേരം. ഇവിടെ സങ്കീർത്തനം പ്രാർത്ഥിച്ചോണം, ഇടവിടാതെ പ്രാർത്ഥിച്ചോണം. ഇന്ന സ്ഥലമൊന്നുമല്ല, നിൽക്കുന്നിടത്ത് നിന്ന് പ്രാർത്ഥിക്കാം. ഇടവിടാതെ നീ പ്രാർത്ഥിച്ചോണം. അത് പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. ഭയപ്പെടുന്ന ഓടിച്ച് മുമ്പോട്ട് പോകട്ടെ. ഈ അഭിഷേകത്തിന്റെ വിവിധ അളവുകളാണ്. ഒന്നാമത്തെ അളവ് നരിയാണിയോളം വളർന്നു, നടപ്പ് ക്രമീകരിച്ചു. 2 മുട്ടോളമായി മുഴങ്കാലമിടയ്ക്ക് പ്രാർത്ഥനയ്ക്കിരിക്കും. വന്നവരെല്ലാം ഇന്ന് തീരുമാനമെടുത്തേ പോകാം. ഏത് പ്രശ്നം വന്നാലും പ്രാർത്ഥനയെ പൊരുതിക്കും. പിള്ളേരെ അത് പഠിപ്പിച്ചോണം, പ്രാർത്ഥനയിൽ പോരാടണം. ഞാൻ നാളെ നമ്മുടെ സഭ പിള്ളേരെയൊക്കെ ഞാൻ അങ്ങനെ ശീലിപ്പിക്കുന്നുണ്ട്, നിങ്ങളും അങ്ങനെ ശീലിപ്പിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിലെ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കണം. 10 ദിവസം ചൊല്ലിക്കൊടുക്കുമ്പോൾ 11ാം ദിവസം അതുങ്ങൾ പ്രാർത്ഥിക്കും. അത് പൊടിക്കുഞ്ഞുങ്ങളാണെങ്കിലും ചൊല്ലിക്കൊടുക്കണം. ഞാൻ ജോഷുവായിക്ക് കുഞ്ഞിലെ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുമായിരുന്നു. അവർക്ക് അറിയത്തില്ല, അവരെ ശീലിപ്പിച്ചെടുക്കണം. അല്ല കൊച്ചുങ്ങൾക്ക് സിപ്പപ്പ് വേണോടാ, ഷിപ്പപ്പ് 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 വേറെ പോലെ ഒരു കൊച്ചുണ്ട് ഷിപ്പപ്പ്. ഷിപ്പപ്പ് മേടിച്ചാൽ തള്ള പറഞ്ഞ എനിക്കൂടെ ഷിപ്പപ്പ്. ഉടനെ അപ്പനും ഉടനെ വല്യമ്മത്തള്ള പറഞ്ഞ് പല്ലില്ലടാ മോണയുള്ളെന്നല്ലേ എനിക്ക് ഒരു ഷിപ്പപ്പ്. 5 ഷിപ്പപ്പ്. വലിയ തള്ളയ്ക്കൊരെണ്ണം, തള്ളയ്ക്കൊരെണ്ണം, അപ്പനൊരെണ്ണം, കൊച്ചിനൊരെണ്ണം. അത് കൊടുക്കരുതെന്നല്ല, കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹമാകുന്ന സാഹചര്യം കൊണ്ട് കൊടുത്തു. അതിലുപരി നീ പ്രാർത്ഥന പഠിപ്പിക്കണം. കൊച്ചുങ്ങളെ വാക്യം പറഞ്ഞ് പഠിപ്പിക്കണം. സ്തോത്രം. കുഞ്ഞുങ്ങളെ കൈ കിട്ടുമ്പോഴേ വാക്യം പറഞ്ഞു കൊടുക്കണം. ബൈബിളിലെ കഥകൾ തള്ളക്കറിയത്തില്ല കഥ. ബൈബിളിലെ ആ കൂടെ അറിയാം. പറവാനെ മുക്കിക്കൊന്നു, കൊച്ചിനെ പറഞ്ഞു കൊടുക്കുക. പറവാനെ സൈന്യത്തെ അവൻ ഇച്ചൂടെ മുടുക്കുമ്പോൾ ചുമ്മാ പോകുന്നതിനെ മുക്കി എവിടെയും
കൊച്ചുങ്ങൾക്ക് നല്ല ശമരിയാക്കാരന്റെ കഥ പറഞ്ഞു കൊടുക്കണം. നല്ല ശമരിയാക്കാരന്റെ ആ ലേവ്യം കാണാതങ്ങ് പോയില്ലേ, കണ്ടിട്ടും കാണാത്തവനെ പോലെ. പുരോഹിതനും അങ്ങനെ പോയില്ലേ, നല്ല ശമരിയാക്കാരൻ അത് പറഞ്ഞു കൊടുക്കണം. ശമരിയാക്കാരൻ വന്ന അയ്യോ ആ മുറിവേറ്റ് കിടന്ന് അർത്ഥപ്രാണനായിട്ട് കിടന്നവന് താങ്ങി എഴുന്നേപ്പിച്ച് അവന് ചെയ്യേണ്ട ശുശ്രൂഷകളല്ല, അത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്ക്. അല്ലാതെ കല്ലുപെടുത്തോണ്ട് ഗോലിയാത്തിന് മുന്നേ പോയ ദാവീദിന്റെ കാര്യം അത് നല്ലതാ. എന്തായാലും എറികട അവന്റെ ഉച്ചി നെറ്റി നോക്കി, ദാവീദ് നെറ്റിക്കിട്ടിറങ്ങി നീ അവന്റെ ചങ്ക് നോക്കി കൊച്ചുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ബെരിയാവ് കുന്തമെടുത്ത് അവന്റെ നെഞ്ചിലിട്ട് ഒരു കുത്ത് കൊച്ചുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നല്ല ശമരിയാക്കാരന്റെ കഥ. പിന്നെ പറഞ്ഞു കൊടുക്കണം ആ മുടിയമ്പുത്രം മടങ്ങി വന്നില്ലേ, കൊച്ചിലെ പറഞ്ഞു കൊടുക്കണം അങ്ങനെ നിങ്ങൾ ജീവിക്കരുത്, അപ്പന്റെ വീട് വിട്ട് പോകരുത്, അപ്പന്റെ വീട്ടിൽ തന്നെ നിന്നോണം. ഇതൊക്കെ കുഞ്ഞ് നല്ല നല്ല എന്ത് കഥകളാ ബൈബിളിൽ സംഭവങ്ങൾ. സ്തോത്രം സ്തോത്രം. അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിലെ ഒന്ന് അവരെ പഠിപ്പിച്ചേ നിന്റെ കുഞ്ഞുങ്ങൾ വഴിപഴക്കത്തില്ല, നിന്റെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകത്തില്ല, നിന്റെ കുഞ്ഞുങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം നിനക്ക് അനുഗ്രഹമായിരിക്കും. തന്നെയല്ല കുഞ്ഞുങ്ങളെ ഓർത്ത് വെപ്രാളപ്പെടുകയും വേണ്ട. ഇത് സന്ധ്യയാകുമ്പോഴത്തെ തള്ളമാർക്ക് വെപ്രാളം ബേബിക്കുട്ടിയെ കാണുന്നില്ല, എടി അങ്ങോട്ട് ഇറങ്ങി പട്ടി വരയ്ക്കുന്നു ബേബിക്കുട്ടിയായിട്ട് ബന്ധം. ആരാണ്ട് ഓടുന്നു, നീ ഇറങ്ങി നോക്കടി. വഴിയാ ഓടുന്നതിന് തള്ളക്ക് തള്ള വളർത്തിയത് ഇങ്ങനെ അടിപ്പ തള്ള കിടന്ന് പട്ടി വരയ്ക്കുന്നില്ല, സൂസം മേടിച്ച പട്ടി വരയ്ക്കുന്നുണ്ട്. എനിക്കങ്ങ് എന്റെ ഭർത്താവിനോട് നിങ്ങൾ ഇരിക്കുക, എന്റെ ശരീരം കിലികിലിക്കുന്നു. അതിന് ഇപ്പൊ കിലികിലിക്കുന്നേ ഇപ്പൊ കണ്ടമാനം. ഇത് കൊച്ചിലെ പറഞ്ഞു കൊടുക്കണ്ടേ? ഈ കുഞ്ഞിലെ പിള്ളേർക്ക് ഇത് പറഞ്ഞു കൊടുത്താൽ ഇപ്പൊ കിലികിലിക്കണോ? ഈ 68 കഴിഞ്ഞപ്പം എന്നാണ് ഒരാൾ പറഞ്ഞ 3 ദിവസമായി വെള്ളം പോലും അതിനാ അവൻ എവിടെ പോയെന്ന് ഒരു പിടുത്തോ. ഇപ്പൊ എന്തിനാ നീ പ്രാർത്ഥിക്കുന്നേ? കുഞ്ഞിലെ ആ ശമരിയാക്കാരന്റെ കഥ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിലോ, യേശുവിനെ പറ്റി പറഞ്ഞു കൊടുത്തിരുന്നെങ്കിലോ, കുഞ്ഞിലെ തെറ്റ് ചെയ്തപ്പം ശാസിച്ച് ശിക്ഷിച്ചിരുന്നെങ്കിലോ. അവന്റെ പോക്കറ്റിൽ നിന്ന് 10 രൂപ മോട്ടിച്ചോണ്ട് അവൻ വന്നു. ഉടനെ അമ്മ പറഞ്ഞു 10 രൂപ എടുത്തോണ്ട് വേടാ എനിക്കിവിടെ. അപ്പന്റെ പോക്കറ്റിൽ നിന്ന് 10 രൂപ അവനെ അടിച്ച് പിള്ളേരുടെ ഭാഷ പറഞ്ഞ് അടിച്ചു മാറ്റി. അമ്മ ചോദിച്ചു എവിടെ നിന്നാണ്? അത് പപ്പയുടെ പോക്കറ്റിൽ നിന്നാ. 10 രൂപ എടുത്തോണ്ട് വേടാ ഉണ്ടാക്കി. അതാണോ അമ്മ ചെയ്യേണ്ടത്? അല്ല. എവിടെ നടാ കാശ്? പപ്പയുടെ പോട്ട് കൊണ്ടുവെക്കട അവിടെ. നിന്നോട് ആര് പറഞ്ഞു അപ്പനോട് ചോദിക്കാറ് പോക്കറ്റിൽ നിന്ന് കാശ്? നിന്റെ അപ്പനാ നിന്റെ അപ്പന്റെ പോക്കറ്റ് വാ, പക്ഷെ അനുവാദമില്ലാതെ കൊണ്ടുവെക്കട അവിടെ. എന്നാ ചിലര് പരുങ്ങുന്നേ? നിങ്ങൾ നേരെ ഇരിക്കും, പരുങ്ങൊന്നും വേണ്ട. പരുങ്ങിട്ടൊന്ന് കോഴി മുട്ട ഇടാൻ പരുങ്ങുന്നത് പോലെ തന്നെ പരുങ്ങുന്നേ. നിങ്ങൾ ചോദിച്ചിരിക്കേ. സ്തോത്രം 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 സ്തോത്രം. ചെറുപ്പത്തിലെ തെറ്റ് ചെയ്തപ്പോ ശാസിച്ച് നിർത്തണ്ടേ? വീട്ടിൽ പണിയാൻ വന്ന പ്രായമുള്ള വല്യപ്പൻ 68 കഴിഞ്ഞ വല്യപ്പനെ കൊച്ചം വിളിച്ചു, തോമാച്ചനാ പുള്ളിയുടെ പേര്. അവൻ വിളിക്കാം തോമ. അമ്മ അമ്മ നിർത്തണ്ടേ? എടാ ആരെയാ വിളിച്ചത്? ഞാൻ പറയാം ആരെയാടാ? അങ്ങനെ പറയണേടാ നിന്റെ അപ്പനേക്കാളും വല്യപ്പന്റെ പ്രായമുള്ളയാളാ. വാടാ ഇവിടെ അവനെ വിളിക്കണം. വിളിച്ചു ചെന്ന് ആ അപ്പൻ്റെ അടുക്ക നിർത്തി വേണം അപ്പച്ചാന്ന് വിളിയടാന്ന് പറയണം. വിളിയടാ അപ്പച്ചാന്ന്. ഇവിടെ പോയിരുന്നു അമ്മനെ. അമ്മയോട് പറഞ്ഞു കൊടുക്കണം. അല്ലെ അപ്പനാണെ അപ്പം പറഞ്ഞു കൊടുക്കണം. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചെയ്താൽ ആ കുഞ്ഞുങ്ങളെ അനുഭവിക്കപ്പെടും. മനസ്സിലായോ? ഇത് അത് തോമാൻ നീ അപ്പച്ചനൊന്നും വിളിക്കരുത്. അയാളെ നിന്റെ കുപ്പച്ചനാണോ? ഒപ്പിച്ചു കൊടുക്കുക. നിന്റെ ആരുടെ കുപ്പച്ചൻ? കുപ്പച്ച പ്രായമുള്ള പിതാവാ. അദ്ദേഹത്തിന്റെ ഗതികേട് കൊണ്ടോ സാഹചര്യം കൊണ്ടോ ആയിരിക്കും നിന്റെ പറമ്പ് ജോലിക്ക്. നിനക്ക് വേണം വിളിക്കാം, തോമാച്ചാന്ന് വിളിക്കാം, സമപ്രായമാണ്. പക്ഷേ പൊടിപ്പിള്ളേരെ കൊണ്ട് ബഹുമാനിക്കാൻ പഠിപ്പിക്കണ്ടേ? നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് കേരളത്തിലെ മധ്യത്തിലെ പ്രായമുള്ള അമ്മാമെന്ന് വിളിക്കണം, അമ്മച്ചീന്ന് വിളിക്കണം, പിള്ളേരെ പഠിപ്പിക്കണം. തേന്നാണോ വിളിക്കുന്നത്? പിള്ളേരെ പറഞ്ഞു പഠിപ്പിക്കണം. അപ്പച്ചാന്ന് വിളിക്കടാ, അമ്മച്ചീന്ന് വിളിക്കടാ, അമ്മാമേന്ന് വിളിക്കടാ, ആന്റിന്ന് വിളിക്കടാ. അല്ലാതെ സഭ വന്നിട്ട് തമ്പേർ തല്ലി പൊട്ടിച്ചാലൊന്നും കാര്യം നടക്കുകയല്ല. ആഴ്ച 4 നമ്പർ കുമ്പനാട്ട് ഇമാനുവേലിൽ നിന്ന് നമ്മളന്ന് ഇന്നലെ പുതിയ നമ്പർ മേടിക്കുകയും ചെയ്തു. സൈറ്റർ മേടിച്ചോണം ഫ്രണ്ടിൽ ഇരുന്ന്. ചുവടെ തമ്പേർ മേടിച്ചോണം. ആദ്യത്തെ പാട്ടിന് തമ്പേറും സൈറ്റർ മേടിക്കരുത്, അത് സ്തുതിഗീതമാണ്. 2ാം പാട്ടിന് അടിച്ചോണം. പിന്നെ അവന് ഞാൻ കൊടുക്കുന്നത് നീ സ്വോത്രം കാണിച്ചേക്ക് എല്ലാവരും എഴുന്നേരിക്കുമ്പോൾ നീ ഇത് കൊട്ടിക്കോണം. മിടുക്കൻ. സ്തോത്രം സ്തോത്രം. പിള്ളേരെ ശീലിപ്പിക്കണ്ടേ?
പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണ്ടേ? പിച്ചക്കാരന് അവന്റെ ഗതികോട്ടുകൊണ്ടായിരിക്കും പിച്ച എടുക്കാൻ. ആക്ഷേപിക്കരുത്, ആക്ഷേപിക്കരുത്. അത് ഒരു മനുഷ്യനാ, അവന്റെ ആത്മാവും വിലയേറിയതാ, അത് ഭൂലോകത്തെക്കാൾ വിലയേറിയതാ. നീ ചിലപ്പോ കാണുകയല്ല, ഉള്ളി അവിടെ ചെല്ലും. നീ ഇവിടെ നീട്ടി പാട്ട് പാടി അവസാനം നേരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം, ആദരിക്കുക. പിള്ളേരൊക്കെ ശീലിപ്പിച്ചെടുക്കണ്ടേ? അപ്പൊ പിള്ളേർക്ക് നല്ല കഥകൾ പറഞ്ഞു കൊടുക്കണം. സ്തോത്രം, നല്ല കഥകൾ, ബൈബിളിലെ നല്ല സൽക്കഥകളൊക്കെ ഇല്ലേ, അത് പറഞ്ഞ് അവരെ പഠിപ്പിക്കണം. വചനം പഠിപ്പിക്കണം, പാട്ട് പഠിപ്പിക്കണം. ഞാൻ ഈയിടെ നമ്മുടെ അമ്മയുടെ പേര് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞ ദിവസം പോയി അടക്കത്തിന്. അല്ലെന്ന് നമ്മൾ നിങ്ങളുടെ അടുത്ത് അടക്കത്തിന് ഞാൻ പോയില്ലേ, ആ പൊളച്ചന്റെ കുഞ്ഞു കുഞ്ഞുഞ്ഞമ്മ അടക്കത്തിന് ചെന്നപ്പോ ഈ അപ്പനും സാക്ഷ്യം പറഞ്ഞത് എന്നെയും ചിന്തിപ്പിച്ചു. അവർ സാക്ഷ്യം പറഞ്ഞ കൊച്ചുമക്കളെ എല്ലാം കൈ കിട്ടുമ്പം ഈ അമ്മച്ചി വാക്യം പഠിപ്പിച്ചു കൊടുക്കും, പാട്ടെല്ലാം പഠിപ്പിക്കും, ബൈബിളിലെ നല്ല നല്ല കഥകള്. അമ്മ മരിച്ചു കിടന്നപ്പോ സാക്ഷ്യം പറഞ്ഞതാ, നിന്റെ കൈ കൊച്ചുങ്ങളെ കിട്ടിയാലോ ഒന്ന് പറഞ്ഞു കൊടുക്കും. നിന്റെ അപ്പന്റെ വീട്ടുകാരെ അടുപ്പിക്കരുത് കേട്ടോ. ആ, ഞാൻ നിന്നെ കഷ്ടപ്പെട്ട വളർത്തിയത്, ഞാൻ നിനക്ക് വേണ്ടി. നിന്റെ അപ്പന്റെ വീട്ടുകാര് ഒരു മുട്ടായി പോലും കൊച്ചുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. നിന്റെ തള്ളയുടെ വീട്ടുകാരെ എന്റെ കണ്ണടയുന്നത് വരെ ഇവിടെ ഞാൻ കൊച്ചുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. കാരണം അപ്പുറത്തെ ബേബിയുടെ വീട്ടിലെങ്ങാനും പോയെന്ന് അറിഞ്ഞാൽ എന്റെ തനിനിറം കൊച്ചുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന തള്ളമാരുണ്ട്, അപ്പന്മാരും ഉണ്ട്. ചില തന്തമാര് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നിന്റെ അമ്മയുടെ വീട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മണ്ണും ഭൂമിയുള്ള കാലത്തോളം ഈ സ്ഥലത്ത് ഞാൻ നിന്റെ അമ്മ വീട്ടുകാർ, നിന്റെ അമ്മയുടെ വീട്ടുകാരുടെ വിശേഷം ഒന്നും എന്നെ കൊണ്ട് കൊച്ചുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. കൊച്ചുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, നിന്റെ അമ്മയുടെ വീട്ടുകാരുടെ വിശേഷം ഒന്നും എന്നോട് പറയരുത്. എന്നോട് ചെയ്തതല്ല ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. അമാലിക്കിന്റെ ഓർമ്മ ഞാൻ കുറിച്ച് വെച്ചേക്കുന്നത്, അല്ല അമ്മ വീട്ടുകാർ ചെയ്തതാണോ? നിന്റെ അമ്മയുടെ അപ്പൻ അയാളെ എന്ന് കണ്ടാലും ഞാൻ വഴിപാളിന് കൊച്ചുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഭാര്യമാരും അങ്ങനെ പറഞ്ഞു കൊടുക്കരുത്. നിന്റെ അപ്പന്റെ ആൾക്കാർ, എന്റെ കൊക്കിന് ജീവനുള്ള നിന്റെ അപ്പന്റെ ആൾക്കാരെ ഈ വീട്ടിൽ ചില തള്ളമാര് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കും, മക്കളോട് പറഞ്ഞു കൊടുക്കുക. നിന്റെ തന്തയുടെ വീട്ടുകാര് മണ്ണും ഭൂമിയുള്ള കാലത്തോളം അവരുമായിട്ട് യാതൊരു ബന്ധവും. ഞങ്ങൾ തമ്മിൽ പണ്ടേ യോജിപ്പാ. സ്തോത്രം. അതല്ല, അപ്പന്റെ വീട്ടുകാരും വേണം, അമ്മയുടെ വീട്ടുകാരും വേണം. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, എടാ നീ പ്രായമം അപ്പന്റെ അമ്മയുണ്ട്, അമ്മയുടെ അമ്മയുണ്ട്, അവരെ സംരക്ഷിക്കണം. അതാ പറഞ്ഞു കൊടുക്കേണ്ടത്. നിന്റെ അമ്മയുടെ അമ്മ പ്രായമായിട്ടിരിക്കുക, ചെന്ന് കാണണേ, വെള്ളം കൊടുക്കണേ. അപ്പന്റെ അമ്മ പ്രായമായിട്ടിരിക്കുക, ചെന്ന് കാണണേ. എത്ര തിരക്കാന്നേലും നീ പോയി ഇതാ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം. നിന്റെ കയ്യിൽ ഒരു കൊച്ചിനെ കിട്ടിയാൽ, മോന്റെ മോളെ കിട്ടിയാൽ നീ ഒപ്പിച്ചു കൊടുക്കുന്ന എന്തുവാ? ബാക്കി പറഞ്ഞു കൊടുക്കാനോ? പറ ഇത് കുളിങ്ങാൻ തുള്ളുക ഇറക്കി ഇറക്കി കൊലയുന്നുണ്ടല്ലോ, വെട്ടുപാനം വന്ന കന്നാലിയെ പോലെ. കൊച്ചിനൊക്കെ എന്തുവാ പറഞ്ഞു കൊടുക്കുന്നേ? എല്ലാരും എടുക്കപ്പെട്ടോ? അനക്കൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്ക്, വാക്യം പറഞ്ഞു കൊടുക്ക്, തിരുവചനം പറഞ്ഞു കൊടുക്ക്, പാട്ട് പഠിപ്പിച്ചു കൊടുക്ക്. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ദോഷം വരികയല്ല, നീയും നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. തലമുറയായി അവൻ നമുക്ക് നല്ലൊരു സങ്കേതവും. അത് പ്രാർത്ഥനയെ കാണിക്കുന്നു. ഓടിച്ച് അവസാനിപ്പിക്കുക. അടുത്ത വാക്യം വായിച്ചേ. അടുത്തത്, അവൻ പിന്നെയും 1000 മുഴം അളന്നു എന്നെ കടക്കുമാറാക്കി, വെള്ളം അരയോളമായി. അഭിഷേകത്തിന്റെ 3-ാമത്തെ അളവാ വെള്ളം അരയോളമായി. ഓടിച്ചു പറയാം, അരയോളം വെള്ളമായാലുള്ളൊരു വിശേഷത ശുശ്രൂഷയ്ക്കായിട്ടൊരു ഒരുക്കം. എന്ന് പറഞ്ഞാൽ നിന്നെ പ്രത്യേക ശുശ്രൂഷയ്ക്ക് ദൈവം ആകാൻ പോവുക. ആദ്യം നടപ്പ് ക്രമീകരിക്കണം. നടപ്പ് ക്രമീകരിക്കാറെന്ന് ശുശ്രൂഷ തരികയല്ല. ഇത് വന്ന ഉടനെ അങ്ങ് ശുശ്രൂഷ ചെയ്യണം. വന്ന ഉടനെ ഞങ്ങളുടെ പാപ്പച്ചാൻ പറയുമ്പോൾ ഈ പാപ്പച്ചാൻ നമുക്ക് വേറൊരു പാപ്പച്ചാനുണ്ട്. ഇവർ രണ്ടുപേരും എനിക്ക് പ്രിയരാ. പാപ്പച്ചാൻ പറയില്ല, ഇവന് ചക്കന്നാ പുക്കന്നാന്ന് അറിയാമേല. ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ആദ്യം നടപ്പ് ആക്രമീകരിക്കണം. നമ്മുടെ പെന്തിക്കോസ്തിൽ വന്നിരിക്കുന്ന ആരാലും എന്തെങ്കിലും ഉടനെ വിളിച്ച് സ്റ്റേജിൽ വിളിച്ച് കൺവെൻഷന് സാക്ഷി. എന്തുവാ സാക്ഷി? അമ്മയെ കുത്തിക്കൊന്നു, അതാ സാക്ഷ്യം. അമ്മേ പറ്റതല്ല ഒറ്റ കുത്തിന് കൊന്നു, തള്ള മലന്ന് കിടന്നു. നമ്മൾ ഭയങ്കര സാക്ഷ്യമാണ്. തള്ളെ കൊന്നാണോ? അതാണോ സാക്ഷ്യം? പറ്റതള്ള കുത്തിക്കൊന്നു, തള്ളയുടെ അനിയത്തെ വെട്ടിക്കൊന്നു. അവിടെ പറഞ്ഞ് ഭയങ്കര സാക്ഷ്യമാണ്. നമ്മുടെ പെണ്ണുങ്ങൾ ചിലര്, എല്ലാവരും അല്ല. ഈ അമ്മാമയെ ഒന്ന് കേൾക്കേണ്ടതാ. കത്തിയുടെ നീളം വരെ പുള്ളി കുത്തി ഇറക്കിട്ട് പുള്ളി കശക്കി, കത്തി കുത്തി ഇറക്കിട്ട് കശക്കി.
നമ്മുടെ ജോർജ് കുട്ടിക്ക് സാക്ഷ്യമൊന്നുമില്ല. അതിന് പുള്ളി തള്ളയ്ക്ക് വെള്ളം കൊടുക്കുന്നതാ. തള്ളയ്ക്ക് വെള്ളം കൊടുക്കുന്ന ഒരു സാക്ഷ്യം ഇല്ല. തള്ളെ കുത്തി മലത്തിയവന് അപ്പൊ ചുമ്മാ ഇരിക്കുന്ന കൊച്ചുകൂടെ പറയാം നമുക്ക് ഒരു കത്തി എടുത്ത് തള്ളെ സാക്ഷി പറയണ്ടേ? തള്ളെ കുത്തിക്കൊണ്ടവനാണെങ്കിൽ മാനസാന്തരപ്പെട്ട പുറകിലിരിക്കണം. പുറകിരിക്കണം. പുറകിരുന്ന് വെച്ചാൽ ആരാധന എന്നാ, പാത്തന്നെ, പ്രാർത്ഥന എന്നാ, കൂട്ടായ്മ എന്നാ, ഇത് ആദ്യം കണ്ടുപഠിക്കണം. കുറഞ്ഞത് 2 കൊല്ലമെങ്കിലും. കുറഞ്ഞത് 2 കൊല്ലമെങ്കിലും കുറഞ്ഞത്. അതിനൊക്കെ ഞാൻ നിങ്ങൾ പിന്നെ പറയും എന്നാ പിന്നെ അങ്ങോട്ട്. അതിനൊക്കെ ഞാൻ ബഹുമാനിക്കുന്ന TPM കാരെയാ. എനിക്ക് അവരിന്ന് ഒത്തിരി ഞാൻ പഠിച്ചിട്ടുണ്ട് നല്ല കാര്യങ്ങൾ. അവിടെ പെട്ടെന്നൊന്നും പാസ്സാക്കുകയല്ല. ക്ലീൻ ഷേവ് ചെയ്ത് ഇവിടുത്തെ ഷർട്ട് ഇട്ടുകൊണ്ട് വന്നാണ് പാഷ എവിടെ നിന്നാ വരുന്നത്? പാഷ കൂടെ ഒരു പാഷ. അതും പാഷ. എന്നാ പാഷ? നിനക്ക് പുസ്തകക്രമം അറിയാമോ? ഇത് എന്നതാണെന്ന് നിനക്കറിയാമോ? പാഷ. അവിടെ വേല എടുക്കുന്ന തന്നെ കൈവച്ച് നടത്തിക്കൊണ്ടേല് നടത്തിക്കൊണ്ടേലേ എടുക്കുകയുള്ളൂ. ഇവിടെ എല്ലാവരും അവരെയൊക്കെ കുറ്റം പറഞ്ഞു. ഞങ്ങളാണ്ട് മദ്രാസ് കൺവെൻഷൻ വന്ന് കാണേണ്ടതാ. ഒന്ന് പോയി കാണണം. എന്തോ ചിട്ട, എന്തോ നിഷ്ഠ. ആളുകളിയൊന്നും ഇവിടെ ഇല്ല. ഇവിടെ നമ്മുടെ കൺവെൻഷനൊക്കെ ഇച്ചിരി ഭക്ഷണം കൊടുക്കാൻ മുഴുവൻ ഫുഡ് കമ്മിറ്റി. നമ്മുടെ കൺവെൻഷനാ ഫുഡ് കമ്മിറ്റി. അവസാനം കമ്മിറ്റിക്കാരുമായിക്കൂടെ ഭക്ഷണം തീർന്നു ആരും ഇങ്ങോട്ട് വരരുത്. സാമ്പാറിന്റെ പാത്രം വേണ്ട കമത്തി കാണിച്ചു. സാമ്പാറിന്റെ പാത്രം അതും കമത്തിയിട്ട് ചോറ് കൊടുക്കുന്ന കൊട്ടാണ് വെള്ളത്തിൽ മുക്കിയിട്ടേക്കുന്നത്. എന്നിട്ട് പിറ്റേ ഞായറാഴ്ച നിങ്ങൾ കരയില്ല. നിങ്ങൾ കാശ് വന്നില്ലെങ്കിൽ പ്രശ്നം അവസാനം. അതുകൊണ്ട് ആൾക്കാർ പേടിച്ചപ്പോ കൺവെൻഷന് പോകുന്നില്ല. കാരണം കൊള്ളക്കാരൊക്കെ ചെന്ന പോലെ കൺവെൻഷൻ ചെല്ലുന്ന പൂലാദേവിയുടെ പിടിപ്പെടുന്നതാ. പൂലദേവി പിടിച്ച് പറിച്ച് വണ്ടിക്കൂലെങ്കിലും വെച്ച് അവർ കാര്യം ചമ്പൽക്കാട്ടിലോട്ട് ഇറങ്ങത്തേ ഉള്ളൂ. ട്രെയിൻ അങ്ങ് പോട്ടെന്ന് കണ്ടു. നമ്മളെന്നാ ട്രെയിനോട് മറിച്ചിടും. അടുത്ത് നിങ്ങൾ കരയില്ല. നിങ്ങൾ 10 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനാണോ? അങ്ങനെയുള്ളവരാണ് അവിടെ ചെന്ന് കണ്ടുപിടിക്കുക. ഞങ്ങൾ 2-ാം ദിവസമാണ് ചെന്നത്. 2-ാം ദിവസം 1,85,000 പേരുണ്ടായിരുന്നു. മുഴുവൻ പേർക്കും ഭക്ഷണം. ഞാൻ നിർമ്മിത എന്ന് പറയും. ലാസ്റ്റ് അതിലും കൂടുതലാണ്. ഒരലപ്പില്ല, ബഹളമില്ല, ഒച്ചപ്പാടില്ല, എന്തോ നീറ്റാ. നല്ലയിടത്തൊന്നും പോയി കാണുകയും കേൾക്കുകയില്ലല്ലോ. വളരെ ചെടുത്തെല്ലാം പോയി കുഴഞ്ഞ് ഇവിടെ അങ്ങ് ഫുഡ് കമ്മിറ്റി. ഒരുത്തം പറഞ്ഞു മീൻ മുഴുത്ത പീസാക്കണം. ഒരുത്തം പറഞ്ഞു ഒക്കത്തില്ല, ഈ പീസ് 4 ആക്കണം. ഒരുത്തം പറഞ്ഞു സാമ്പാർ മതി. ഒന്ന് പറഞ്ഞു അങ്ങനെ രസം മതി. രസമാകുമ്പോൾ നമുക്ക് അഥവാ തീർന്ന കുറച്ച് വെള്ളം കൂടെ. ഏതാടാ ഇതല്ല ചിട്ട വേണ്ടേ ഇതിന്? ദിവ്യമേല ചുമ്മാ ഒന്നും പാസ്സാക്കത്തില്ല. ആദ്യത്തെ 10 വർഷം അത് കൊള്ളാമെന്ന് കണ്ടാൽ പിന്നെ ഒരു 10 വർഷം കഴിയുമ്പോൾ പിന്നെ ഒരു 10 വർഷം 30 വർഷമായി കഴിയുമ്പോഴേ പാസ്സാകുള്ളൂ. 30 ഇത് രാത്രി ഉറങ്ങാൻ കിടന്ന് നേരം എടുത്തപ്പോൾ പാസ്സായിട്ട് തിന്നേലിരിക്കുന്നു. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരു കുഴപ്പം അവന് ഇല്ലായിരുന്നു. നേരം എടുത്തപ്പോൾ അയ്യോ ഇതാ അത് പാസ്. ഇന്നലെ കിടന്നപ്പോൾ ചന്തബേബി അല്ലായിരുന്നോ? ഇന്നലത്തെ ചന്തയായിരുന്നു. രാവിലെ പാസ്റ്ററായി. ആരാണ്ട് ഒരു കൂടെ ബ്ലേഡും കൊടുത്ത്. ഒരു കൂട് ബ്ലേഡ് അത് ചുമ്മാ എങ്ങനെ കളയുന്നേ? ഒരു ബൈബിളും കിട്ടി. ഭാഷ എന്നാ ഭാഷ ഒരു കല്യാണാലയം നിന്ന് ഒരു സഹോദരൻ പാഷമാമ. ഈ ഭാഷനെ പറ്റിയ ഭാഷമാമ. ഭാഷമാമയ്ക്ക് അക്കന്നെ ബുക്കന്നെ ഭാഷമാമയ്ക്കും പ്രാർത്ഥിക്കാൻ ഇതുവരെ ഭാഷമാമയ്ക്ക് അറിയാത്ത ഭാഷമാമ. എന്താ പാട ചുമ്മാ ഭാഷമാമ. ഭാഷമാമയല്ല ഭാഷണമാമയാ. അമ്മാമ നല്ല ഭാഷ. അമ്മാമ പുരിയൊക്കെ പഠിച്ച് അരിമാമ. ജീവിക്കുന്നവർ കൂടെ നാണക്കേടാ നീ. വിശ്വസ്തയോട് പരമാർത്ഥതയോട് വേല ചെയ്യുന്ന ദൈവദാസന്മാരും ഉണ്ട്. അവർ കൂടെ നീ നാണക്കേടാ. അപ്പൊ നിങ്ങൾ എനിക്ക് പുള്ളി എന്നെ നോക്കി നിങ്ങളുടെ കാര്യം അല്ലീ പറയുന്നത്. ഈ വിധത്തിൽപ്പെട്ട ആരെയും ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യം, അല്ല ദൂരെ വല്ലവരും പണ്ടേ അവരുടെ കാര്യം. ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ ഇനിയും കേൾക്കുന്നെങ്കിൽ നിന്റെ കാര്യമായി പറയാം. പാഷമാമി പരമാർത്ഥതയോടെ വേല നിൽക്കുന്നവരുണ്ട്, വിശ്വസ്തയോടെ വേല നിൽക്കുന്നവരുണ്ട്, നീതിയോടെ നിൽക്കുന്നവരുണ്ട്. അവർക്കൂടെ അപമാനം വരുത്തരുത്. എന്നാളൊരുത്തം പറഞ്ഞ ഭാഷമാരെല്ലാം കള്ളന്മാരാണ്. ഞാൻ പറഞ്ഞ ഭാഷമാരെല്ലാം കള്ളന്മാരല്ല അല്ല. അപ്പൊ ഞാൻ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി പറഞ്ഞ ഞാൻ കടമെടുത്തു. വെള്ളാപ്പള്ളി പറഞ്ഞ സ്വാമിമാരുടെ പ്രശ്നം പറഞ്ഞപ്പോൾ ആരെ പറഞ്ഞു സ്വാമിമാരെല്ലാം കള്ളന്മാരാണ്. അപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞു സ്വാമിമാരെല്ലാം കള്ളന്മാരല്ല, പക്ഷെ കുറെ കള്ളന്മാർ ഇപ്പൊ സ്വാമിമാര് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ പാസ്റ്റർമാരെല്ലാം കള്ളന്മാരല്ല. അതിന്റെ എന്തുവാ പാസ്റ്റർമാരെല്ലാം കള്ളന്മാരല്ല, പക്ഷെ കുറെ കള്ളന്മാരിപ്പം മനസ്സിലായോ? പാസ്റ്റർമാരെല്ലാം കൊടപ്പടിയല്ല, പക്ഷെ കൊടപ്പടി ഉള്ളത് ചിലതിപ്പം ആയിട്ടുണ്ട്. ഇതിനകത്ത് ജീവിക്കുന്ന വിശുദ്ധന്മാരുണ്ട്, പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരുണ്ട്, വിശ്വസ്തയോടെ വേല ചെയ്യുന്നവരുണ്ട്, പരമാർത്ഥതയോടെ വേല ചെയ്യുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ പോകുന്നത്.
കരകുന്ന ചില മാതാക്കളുണ്ട്, കരകുന്ന ചില പിതാക്കന്മാരുണ്ട്, കണ്ണീരൊടുക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. അവരുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ പോകുന്നത്. നമ്മുടെ മിടുക്കല്ല, നമ്മുടെ കഴിവല്ല. അവർ കരകുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഈ അരയോളമായി കഴിയുമ്പോൾ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കമാണ്. ശുശ്രൂഷയ്ക്ക് ഒരു ഒരുക്കമുണ്ട്. അങ്ങനെ ഉണ്ട്. ശുശ്രൂഷയ്ക്ക് ഒരുക്കമുണ്ട്. പറയേണ്ട ദൂതിനെ പറ്റി ഒരു ഒരുക്കം വേണ്ടേ? മറവിയുള്ളവരെ അതിനെ കുറിച്ച് വെക്കണം, ഓർമ്മയുള്ളവരെ അതിനെ കുറിക്കണ്ട. അത് കുറിച്ച് വെക്കണമെങ്കിൽ വേറെ പുസ്തകം വായിക്കണ്ടേ? ചുമ്മാ ഇതോടെ ഓടിയാൽ മതിയോ? ഞങ്ങളുടെ അമ്മയോട് ഇന്നലെ ഞാൻ രാത്രി അവിടെ പറഞ്ഞത്, ഞങ്ങളുടെ അമ്മയ്ക്ക് എവിടെയാണ് കളസം വിട്ടുകൊണ്ട് ഓടുന്നേ? അമ്മയുടെ ഭാഷയാണ്. രാവിലെ ഒരു കളസം മരിച്ചു കയറ്റി ഒരുങ്ങണ്ടേ? ശുശ്രൂഷയ്ക്ക് ഒരുക്കമുണ്ട്. അപ്പൊ അരകെട്ടുന്നത് അരയോളം വെള്ളമായെന്ന അത് ശുശ്രൂഷകൾ ഒരുക്കമാ. നടപ്പ് ക്രമീകരിച്ച് മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ച് ബലപ്പെട്ട് കഴിയുമ്പോൾ ചില ശുശ്രൂഷയ്ക്ക് ദൈവം നിന്നെ ഒരുക്കും. അല്ലാതെ നടപ്പ് ക്രമീകരിക്കാറൊന്നും ഒരു ശുശ്രൂഷ ദൈവം തരികയല്ല. കുറെ നാളൊക്കെ തട്ടിപ്പും വെട്ടിപ്പും കാണിച്ച് അര തട്ടിപ്പും മുക്കാ വെട്ടിപ്പും ഉരുട്ടും പെരട്ടുമായിട്ട് കുറച്ച് നാളൊക്കെ നടക്കാം. എവിടെയും വിട്ട് ദൈവം നിന്നെ പിടിക്കും. അപ്പോൾ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ആദ്യം നടപ്പ് ക്രമീകരിക്കണം. നടപ്പ് ക്രമീകരിച്ച് കഴിയുമ്പോൾ നീ മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് ബലപ്പെട്ട് കഴിയുമ്പോൾ 1000 മുഴ വളക്കും. അപ്പൊ അരയോളം ശുശ്രൂഷയ്ക്ക് ദൈവം നിന്നെ ഒരുക്കും. സ്തോത്രം. ശുശ്രൂഷയ്ക്ക് ഒരുക്കും. അരകെട്ടുന്നത് ശുശ്രൂഷയ്ക്ക് ഒരുക്കമാണ്. നിങ്ങളുടെ രാജകുമാരുടെ 1-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചേ. രാജകുമാരുടെ 2-ാം പുസ്തകം 9-ന്റെ 1. 2-ാം പുസ്തകം 9-ന്റെ 1. എലീശ പ്രവാചകൻ ഒരു പ്രവാചക ശിഷ്യനെ, നിങ്ങളെ സഹോദരിമാരെന്നെ ആ വാക്യം വായിച്ചു തരാത്തെ? മറ്റൊരു വാശിക്കായിരുന്നല്ലോ വായിക്കുന്നേ. ഒരാൾ വായിക്കുമ്പോൾ അതിന്റെ മേളിൽ കയറി വായിച്ച് ഒരാളൊന്ന് ചെറുതായിട്ട് നിർത്തുമ്പോൾ ആ നിർത്തിയെടുത്തുന്ന മറ്റേ പുള്ളിക്ക് വിടവ് കൊടുക്കാണ്. ആ കഴിഞ്ഞ ആഴ്ച വരെ വായിച്ച ബൈബിൾ അല്ലേ കയ്യിൽ? പണ്ടൊരാൾ പറഞ്ഞ പോലെ പഠിച്ച് പഠിച്ച് പണിക്കരാകുകയാണോ? സ്ഥാപിച്ചാൽ വായി. നമ്മളൊരു ജാതിയാണല്ലോ, പുരുഷജാതി. അതുകൊണ്ട് വായി. എലീശ പ്രവാചകൻ ഒരു പ്രവാചക ശിഷ്യനെ വിളിച്ച് അവനോട് പറഞ്ഞത്, നീ അരകെട്ടി തൈലപാത്രം എടുത്ത് വിശദീകരിച്ച് പറയേണ്ടതാ. നീ അരകെട്ടണം. ഇതൊരു ശുശ്രൂഷ ഒരുക്കമാണ്. നിന്നെ ഞാൻ നിമിഷയുടെ മകനാകുന്ന യേഹൂവിന്റെ അടുക്കലേക്ക് അയക്കാൻ പോകയാ. അവനെ ഞാൻ അഭിഷേകം ചെയ്യുന്നത് നിന്നെ കൊണ്ടാ. നീ അരകെട്ടിക്കോണം. യേഹൂവിനെ അഭിഷേകം ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയാമോ? ആഗാബിന്റെ കുടുംബത്തെ തകർക്കാനാ എന്ന് പറഞ്ഞ ശുദ്രോ മന്ത്രോ തന്ത്രോ കുതന്ത്രോ ആയിട്ടിരിക്കുന്ന ആഗാബിന്റെ കുടുംബത്തെ തകർക്കത്തക്ക വിധത്തിൽ ഒരു അഭിഷേകത്തിന്റെ ശുശ്രൂഷ യേഹൂവിനെ പകരാൻ പോകുക. അത് ഞാൻ നിന്നെ ഏൽപ്പിക്കുക. നീ ഒരു ശുശ്രൂഷ സമർപ്പിച്ച് പ്രാർത്ഥിക്ക്. ആത്മാവിൽ പോരാട്. ദൈവം നിന്നെ ഒരുക്കാൻ പോകുകയാ. ദൈവം നിന്നെ ശക്തീകരിക്കാൻ പോകുകയാ. ദൈവം നിന്നെ ചിലത് ഏൽപ്പിക്കാൻ പോകുകയാ. ദൈവം നിന്നെ ചിലത് ഏൽപ്പിക്കാൻ പോകുകയാ. ദൈവം നിന്റെ കയ്യിൽ ഫലം ഏൽപ്പിക്കും. ദൈവത്തിന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതല്, നടപ്പ് ക്രമീകരിക്കുന്ന ദൈവത്തിന്റെ പൈതല്, ദൈവം നിന്നെ ശുശ്രൂഷയ്ക്ക് ഒരുക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ ദൈവം നിന്നെ ഒരുക്കാൻ പോകുക. ഞാൻ ഇനി ദീർഘമാക്കുന്നില്ല, പെട്ടെന്ന് നിർത്തുക. സാധാരണ 2 മണി വരെ നമ്മുടെ ശുശ്രൂഷ പോകുന്നത്. ഇന്ന് എടുക്കുന്നില്ല, പെട്ടെന്ന് നിർത്തുക. ദൈവത്തിന് മഹത്വം. അരയോളമായി ശുശ്രൂഷയ്ക്ക് ഒരുക്കമാ. ആ ഒരുക്കമാ. പ്രവാചക ശിഷ്യനോട് പറഞ്ഞ അരകെട്ടിക്കൂ. നിന്നെ ഞാൻ നിമിഷയുടെ മകനാകുന്ന യേഹൂവിന്റെ അടുക്കലോട്ട് വിടുക. അവനെ കൊണ്ട് ഞാൻ ചിലത് ജയിപ്പിക്കാൻ പോകെ. ഈ അരകെട്ടുന്നത്, അരയോളം വെള്ളമാകുന്നത് അടുത്ത ഒരു ശുശ്രൂഷയ്ക്ക് ഒരുക്കമാണല്ലോ. അപ്പോൾ തന്നെ ഈ താഴ്മയെ കാണിക്കുന്നത്. അരയോളം വെള്ളമായ അരകെട്ടുന്നത് താഴ്മയ്ക്ക് പ്രതീകമാണ്. തെളിവ് നിങ്ങൾക്കറിയാം. പെസഹായുടെ ദിവസം നമ്മുടെ അരുമനാഥൻ പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ച് തോർത്തും വെച്ച് ഒറ്റ ഒരെണ്ണം കഴുകുന്നില്ല. അവരോട് പറഞ്ഞ് കഴുകാൻ പറഞ്ഞു. ആരും വായിച്ചേ. 13-ന്റെ 4 മുതൽ വായിരും. ഏത് 13 യോഹന്നാന്റെ സുവിശേഷം 13-ന്റെ. അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്തെടുത്ത് അരകിൽ ചുറ്റി. ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന്, ഇത് താഴ്മയ്ക്ക് നിധാനമാണ്.
ഈ ആത്മശക്തി വ്യാപരിച്ചു കഴിയുമ്പോൾ താഴ്മയുണ്ടാകും. എന്ന് പറഞ്ഞാൽ സഭയിൽ വന്നാൽ ആള് കളിക്കത്തില്ല. ഞാൻ ഈ സഭയിലെ കൊച്ചമ്മയാണ്, എന്റെ അടുക്കൽ എല്ലാവരും വന്ന് വന്ദനം, ഞാൻ ഇവിടുത്തെ മെയിൻ പാസ്റ്ററാണ്, നിങ്ങളെല്ലാം എന്റെ അടുക്കൽ വന്ന് അല്ല, താഴാവുന്നിടത്തോളം താണോണം. ചില ദർശനത്തിന് പാസ്റ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലി ആൾക്കാരോട് മിണ്ടാൻ മേല. പാസ്റ്ററല്ലേ. അങ്ങനെ ഈ എന്തോ അതിന് പറയുന്ന വലിയ പത്രാസം കാണിക്കുന്ന ആൾക്കാരുണ്ട്, വലിയ പാസ്റ്റർ. ആരോടും നമ്മൾ വലിയ കാര്യത്തിന്റെ പാസ്റ്റർ എന്തുകൊണ്ട് വിശേഷം അല്ല, കാക്കത്തെറ്റാലിക്ക് തെറ്റണം, ഉന്നമുള്ള കൊച്ചുങ്ങളെ കൊടുക്കണം. പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ആരോടും മിണ്ടാൻ മേലേ, പാസ്സായി കഴിഞ്ഞാൽ മീൻ മേടിക്കാൻ മേലേ. ആരോട് പറയാം, പേര് ഞാൻ പറയുന്നില്ല. ഞാൻ പാസ്റ്റർ, ഞാൻ എങ്ങനെയാ പോയി മീൻ പാസ്റ്റർ മീൻ കഴിക്കുമോ? പാസ്റ്റർ എങ്ങനെയാ കടയിൽ പോകുന്നേ? പിന്നെ കട നിന്റെ വീട്ടിലോട്ട് വരുമോ? പാസ്റ്റർ ആരോടും മിണ്ടുകയല്ല. പുള്ളി ആരോടും മിണ്ടാനൊക്കത്തില്ല. മിണ്ടിയാ വേറെ ആ മിണ്ടുന്നത്. നല്ല കാര്യമൊന്നും അങ്ങനെയുള്ള മിണ്ടാതിരിക്കുന്ന നല്ലത്. പാസ്റ്റർ കഴിഞ്ഞാൽ കുറച്ചുകൂടെ താഴണം. അങ്ങോട്ട് എന്ത് ചോദിക്കണം, അച്ചായ എന്നാ ഉണ്ട് വിശേഷം, അമ്മച്ചി എന്തുകൊണ്ട് വിശേഷം, സൗഖ്യമായിട്ടിരിക്കുന്നു. ചില പാസ്സായി കഴിഞ്ഞാൽ ഒരു കോളറുള്ള ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയിലോ ഗൾഫിലോ വല്ലോ പോയിച്ചു വന്നാൽ പിന്നെ ചിലരുടെ കാര്യം പറയേ വലിയ പാസ്റ്ററായി. ഡംബം കാട്ടരുത്. എനിക്കൂടെ ഊതാ. ഈ അരകെട്ടുന്നത് താഴ്മയെ കാണിക്കുക. അവിടുന്ന് താണു. സ്വർഗത്തിന്റെ മണിമകുടമായിരുന്നവൻ ദൈവരൂപത്തിലിരിക്കെ ആ സമത്തെ മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ എന്നെയും നിങ്ങൾ രക്ഷിപ്പ. ഈ താണലോകത്തിലേക്ക് ഇറങ്ങുന്ന അവിടുത്തെ താഴ്മയാണ് നമ്മുടെ മാതൃക. ശിഷ്യന്മാരുടെ എല്ലാം കാല് കഴിക്കുന്നുള്ളതാണ്. ചില ദേഹത്തെ ഉറുമ്പ് കയറിയാൽ പോലും പാസ്സായി പോയി. പണ്ടെടുത്ത മൈക്ക് ഇടിച്ച് താഴെ വന്നു. താഴെ കിടന്നപ്പോൾ മൈക്ക് ഇവന്റെ മണ്ടയിൽ അവൻ താഴെ വരും. അപ്പൊ മരിയ പോയൊരുത്തൻ പേരങ്ങ് വിളിച്ചു. പേര് ഞാനിപ്പോ പറയുന്നില്ല, ഞാനൊരു പേരിടാൻ പോവാ, ബാബു എന്ന്. അതല്ല പേര്, ഞാൻ അങ്ങോട്ട് ബാബു എന്നൊന്നും അല്ല പേര്. അവൻ ഇവിടെ കിടക്കുന്ന ബൈക്ക് ഇവന്റെ മണ്ടേ കിടക്കുന്നത്. അപ്പൊ വഴിയാ പോയവൻ പരിചയമുള്ളവനാ. അയ്യോ ബാബുവേ, ഉടനെ പുള്ളി ആ ബൈക്ക് കിടക്കുന്നത്, ഞാൻ ബാബു അല്ല പാസ്റ്റാണ്, അന്ന് താൻ അവിടെ കിടന്നോളാൻ. അവൻ എഴുന്നേൽപ്പിക്കാൻ ചെന്നതാ. നീ താഴുന്നത് നിനക്ക് അനുഗ്രഹമാണ്. നീ താഴുന്നതിനനുസരിച്ച് നിനക്ക് മാനം കൂടും, നിനക്ക് ബഹുമാനം കൂടും. പാസ്സാന്തലും കൊള്ളാം, പാസ്സുടെ ഭാര്യ ആന്തലും കൊള്ളാം. ഇവിടെ പിന്നെ സെക്രട്ടറി ട്രഷറർ ഒന്നുമില്ല, അത് ഇവിടെ നടക്കുന്ന കേസുമല്ല. പറഞ്ഞു ചില സഭ ഇപ്പോൾ സെക്രട്ടറി ചായൻ മുമ്പോട്ട് അരിച്ചാനൊന്നും ഇങ്ങോട്ട് വന്നേക്കരുത്. സെക്രട്ടറി ചായൻ ആരുടെ? ദൈവത്തിന്റെ സെക്രട്ടറിയോ? ഇവിടെ സെക്രട്ടറിയും ട്രഷറും കമ്മിറ്റിയും ഒന്നുമില്ല. ഞാൻ ഒന്നുകൂടെ പറയാം, ഇവിടെ നേരത്തെ വരുന്നവർ ഫ്രണ്ടിലോട്ട് കയറി ഇരുന്നോണം. പിന്നെ ഇപ്പൊ ഇവര് തമ്മിൽ അടിക്കുന്നോണ്ട് ഇവർ ഫ്രണ്ട് ഇരിക്കട്ടെ. പുറകെ ഇരുന്ന് അടിച്ചാൽ കേൾക്കുകയല്ല. അവർക്ക് പിന്നെ അവിടെ കൊടുത്തിരിക്കുക. ഇവിടെ ആർക്കും ഫിക്സഡ് സീറ്റ് ഒന്നുമില്ല. നിങ്ങൾ അങ്ങനെ ഇല്ലെന്ന് എനിക്ക് അറിയാമെങ്കിൽ ഞാൻ കൂടി പറയുന്നത് ചിലർ മറന്നു പോകും. ഇവിടെ എല്ലാം ഒരുപോലെ നിന്നോണം. പിന്നെ ഒന്ന് രണ്ട് കാര്യം ഇവിടെ പറഞ്ഞാൽ നിർത്താം. ഇവിടെ വരുന്ന ദൈവമക്കൾ ആരാധിക്കുക, പാടുക, പ്രാർത്ഥിക്കുക. ഒരു വീട്ടിലെ കാര്യവും ഒരു വ്യക്തികളുടെ കാര്യവും നിങ്ങൾ ചർച്ച ചെയ്യരുത്. ഇവിടെ ആരെ ഏൽപ്പിച്ചിട്ടില്ല. ഒരു കുഞ്ഞുങ്ങളെ ഒരു കാര്യം ഏൽപ്പിച്ചില്ല. ഇന്നയാൾ വരണം, ഇന്നയാൾ വരരുത്, ഇന്ന വീട്ടിൽ പ്രശ്നം, നിങ്ങളെ ആരെ ഏൽപ്പിച്ചിട്ടില്ല. ഒരു വീട്ടിലെ കാര്യവും ഒരു വ്യക്തിയുടെ കാര്യവും നിങ്ങൾ വണ്ടിയെ പോകുമ്പോഴാകട്ടെ, വീട്ടിൽ ഇരിക്കുമ്പോഴാകട്ടെ, ഇവിടെ വരുമ്പോഴാകട്ടെ, ഇത് കഴിഞ്ഞാകട്ടെ ഒരു കുഞ്ഞുങ്ങൾ പറഞ്ഞേക്കരുത്. അത് പറഞ്ഞെന്നും പറഞ്ഞോട്ട് പ്രശ്നം ഉണ്ടാക്കി വരിക. നിങ്ങളെയൊന്നും ഇത് ഏൽപ്പിച്ചിട്ടില്ല. നമ്മുടെ വീട്ടിൽ എന്തെല്ലാം കാര്യമുണ്ട്, അതങ്ങ് ക്രമീകരിച്ചാൽ പോരെ? ഇല്ലേ? ഏതായാലും പറയാൻ ഒക്കത്തില്ല. നിങ്ങളുടെ വീട്ടിൽ എന്തെല്ലാം കാര്യമുണ്ട്. നിന്റെ അടുക്കളയുടെ ആ പരിയമ്പുറത്ത് എന്തും വേണ്ട പോച്ചയാ വളർന്ന് നിൽക്കുന്നത്. അത് നീ ആ കൊരണ്ടി കിട്ടുന്ന പറിച്ചാൽ പോരെ? അന്നേരം നീ മറ്റവരുടെ വീട്ടിലെ പോച്ച തപ്പി കിടക്കുക. നിന്റെ അടുക്കളയിലെ കൈത്തല തുണി കഴുകിയിട്ട് എത്ര നാളായി പറ? അതല്ല മറ്റേ അതുകൊണ്ടല്ലേ എടുക്കേണ്ടത്. ചുമ്മാരിക്കും അതങ്ങ് കഴിയാലോ. നീ അവരുടെ പിള്ളേരുടെ കാര്യം തിരക്ക്. നിന്റെ കൊച്ചുങ്ങൾ ഏരിയാന്നോ? നിനക്ക് വെള്ളം തരുന്നുണ്ടോ? നിന്നോട് മാന്യമായിട്ട് ഇടപെടുന്നുണ്ടോ? നീ ഇപ്പോഴും നിന്റെ കൊച്ചിനെ പേടിച്ച് പതായത്തിനകത്തിരിക്കുകയല്ലേ കിടാനടിച്ചേ? നീയാണോ മറ്റവരുടെ വീട്ടിലെ കാര്യം? പറ, നിങ്ങൾ പറ. സ്തോത്രം. ആരുടെ കാര്യം ചർച്ച ചെയ്യരുത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ കൂട്ടായ്മയിൽ നിന്നാ മതി. കഴിഞ്ഞ ആഴ്ച മുമ്പത്തെ AC ഇട്ടത് കൊണ്ട് അടച്ചത്, ഇപ്പത്തെ തുറന്നു കിടക്കുക. മനസ്സിലായി കാണും. ഇവിടെ ആരെ നിർബന്ധിച്ചല്ല ഇവിടെ ഇരുത്തുന്നത്. അത് തരാം, ഇത് തരാം, പോകരുതേ, പോടാ. രണ്ടിന്റെ വണ്ടിക്ക് പോകും. ഇപ്പൊ ഒന്നും കാലായില്ലേ? രണ്ടിന്റെ വണ്ടിക്ക് പോകും. എലിയെ പീഡിച്ചൊന്നും ഇല്ലത്തിന് നീ വെക്കാനൊക്കെ കാല. പിന്നെ ഇവിടെ വരുന്ന നിങ്ങൾക്ക് വരാം. ഇവിടെ വരുമ്പോൾ പാട്ട്, പ്രാർത്ഥന, ആരാധന, കൂട്ടായ്മ, വചനധ്യാനം, ഇതാ ഇവിടുത്തെ മെയിൻ വിഷയം. നിങ്ങൾ ഇവിടെ സ്വോത്രകാഴ്ച നിങ്ങൾക്ക് ഒണ്ടേലിട്ടാൽ മതി. ഇവിടെ ഒരു പിരിവ് ആരോട് പറയുകയല്ല. ഇതൊക്കെ ദൈവം നടത്തിക്കോളും. ഒരുത്തർക്ക് നിങ്ങൾ ഞങ്ങളെ കൊണ്ട് എങ്ങനെ പുള്ളി ചില സഭയിലൊക്കെ ചെന്നാൽ ലിസ്റ്റ് എഴുതിയിട്ട് തരാത്തവരുടെ നാണക്കേട് ഇതുപോലെ ഇത്ര. അതുകൊണ്ട് ആൾക്കാർക്ക് പേടിയാ സഭയിലോട്ട്. ഇവിടെ അങ്ങനെയുള്ള കേസുകളൊന്നുമില്ല.
നിങ്ങൾക്ക് ദൈവം തരുന്നുണ്ടെങ്കിൽ നല്ല മനസ്സോടെ ഇല്ലെങ്കിലൊന്ന് നിങ്ങൾ ഇവിടെ വന്ന് ആരാധിച്ചാൽ മതി. ഇവിടെ ആരാധനയും പ്രാർത്ഥനയും മാത്രം, വേറൊരു കേസുമില്ല. സ്തോത്രം സ്തോത്രം. അതിന് താല്പര്യമുള്ളവർക്കെല്ലാം ഇവിടെ വരാം. വേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നവർ ഇവിടെ വരരുത്, അവർ വേറെ സ്ഥലത്ത് പോക്കണം. വേറൊരു വീട്ടിലെ കാര്യം നീ ചർച്ച ചെയ്യരുത്, വേറൊരു വ്യക്തികളുടെ കാര്യം നീ ചർച്ച ചെയ്യരുത്. നിനക്ക് വേണേ ഇവിടെ വരാം, ആരാധിക്കാൻ. നിന്നെ ഒരുത്തരെ ഏൽപ്പിച്ചിട്ടില്ല. ഒരുത്തരുടെ കാര്യം ഇനി ഒരു വിശ്വാസത്തോട് പറയാ, ആരെങ്കിലും ഇന്നത് പറഞ്ഞെന്ന് പറഞ്ഞ് ഇവിടെ വരരുത്. അയ്യോ അവര് പറഞ്ഞു ഇവര് പറഞ്ഞ് ഒന്നും ഇവിടുത്തെ വിഷയമല്ല, അതിലേ പോകണം. ഇതെന്തിനാ ഇപ്പൊ പറഞ്ഞു ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞെന്നല്ല, നാളെ ഇത് പറയാതിരിക്കാനാ. നിങ്ങൾ ചിന്തിക്കരുത് ദൈവം ഇത്രയും പറഞ്ഞ അവസാനം തല്ലിക്കലക്കിയ തല്ലിക്കലക്കയല്ല, തല്ലിക്കലക്ക് ഉണ്ടാകാതിരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതാ. ഒന്നുകൂടെ പറയാം, ആരെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടില്ല. ഇന്നയാൾ വരണം, ഇന്നയാൾ വരരുത്, ഇന്ന വീട്ടിൽ പ്രശ്നം അവരുടെ നിങ്ങളെ ആരും ഏൽപ്പിച്ചിട്ടില്ല. അതൊക്കെ ദൈവം പരിഹരിക്കും. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യം നോക്ക്, നിന്റെ പെമ്പളയുടെയും പിള്ളേരുടെയും കാര്യം നോക്ക്, അതില്ല നിന്റെ മാപ്പിളയുടെയും പിള്ളേരുടെയും കാര്യം നോക്ക്. നീ അപ്പുറത്തേക്കാത്ത കാര്യം നോക്കാതെ. നിന്റെ മാപ്പിളയുടെ ഡ്രസ് ഒന്ന് തേച്ച് കൊടുക്കാൻ മേലേ? അതിന് സമയമില്ല. അവൻ അവസാനം 9:30 എന്ത് അടി തേപ്പൊട്ടി. അവൻ തേപ്പൊട്ടിക്ക് തേപ്പൊട്ടി കിട്ടിയപ്പോ എന്ത് എന്റെ ഷർട്ട് എന്ത് ചെയ്യേ? ഷർട്ട് എന്ത് ചെയ്യാ? ഷർട്ട് ഇന്നലെ അവിടെ കഴുകി കിട്ടുന്നു. മുറ്റത്ത് പോയി നോക്കിയേ, മുറ്റത്ത് പട്ടി കടിച്ചാണ്ട് അവിടെ കൊണ്ടിട്ടേക്കുന്നു. തലേ നുണഞ്ഞപ്പോ എടുക്കാതിരുന്നതാ. അത് മഴയത്ത് കാറ്റ് വന്നപ്പോ അയന്ന് പട്ടി കടിച്ചോ ബാബുവിന്റെ ഷർട്ടാണെന്ന് പട്ടി കടിച്ചോണ്ട് നീ അവരുടെ വീട്ടിലെ കാര്യം തിരക്കുന്നത്. നീ നിന്റെ വീട്ടിലെ കാര്യം നോക്ക്, നിന്റെ കൊച്ചിന്റെ കാര്യം നോക്ക്. അതാണ് മൂക്കത്തെ ഒലിപ്പിച്ച് നടക്കുന്നത്. അതിന്റെ മൂക്ക് പിടിയേ. നീ മറ്റവന്റെ കൊച്ചിന്റെ ഈത്ത ഊറ്റാറെ നിന്റെ കൊച്ചിന്റെ മൂക്കത്തെ എടുക്ക്. ഇത് കൂടുതലൊക്കെ എങ്ങനെ എന്നെ ഹരികുമാറിന് ദീർഘശ്വാസം വരുന്നേ അടിച്ച് ശരിയാക്കും ഞാൻ. നീ ഇവിടെ വരുന്നെങ്കിൽ മര്യാദയ്ക്ക് വന്നോണം. ഞാൻ ഇന്നലെ പാപ്പച്ചനോട് പറഞ്ഞു, ആമൻ അടിച്ച് പരത്തണമെന്ന പുസ്തകത്തിലെ പ്രമാണം. അടിച്ച് അച്ഛനകത്തിട്ട് വാർക്കുകയല്ല. ഇപ്പൊ അങ്ങനെ വാർത്തെടുക്കുന്ന ഉപകരണമുണ്ട്, ഇല്ല, അടിച്ച് നിന്നെ പരത്തും. ദൈവത്തിന്റെ വചനമാകുന്ന കൂടം, ആ കൂടം കൊണ്ട് അടിച്ച് അങ്ങനെ കാകളം ഉണ്ടാക്കുന്നത്. അടിപ്പ് പണിയായി അടിച്ച് നിന്നെ പരത്തി കാകളമാക്കി ഊതിയാൽ അവൻ കൃത്യം ശബ്ദം പുറപ്പെടും.